അന്നു രാത്രിയിൽ പ്രസാദിൻ്റെ നെഞ്ചോട് ചേർന്ന് ഉറക്കം വരാതെ കിടക്കുമ്പോഴാണ് കവിതയുടെ മനസ്സിലേക്ക് ആ സംശയം കയറി വന്നത്. പ്രസാദേട്ടാ, അവൾ വിളിച്ചു. ഉറക്കം വരാതെ കിടക്കുകയാണ് പ്രസാദ്. പക്ഷേ അയാൾ വിളി കേട്ടില്ല. താൻ ഉറങ്ങാതെ കിടക്കുകയാണെന്ന് അവൾ അറിയണ്ട എന്നായിരുന്നു അയാളുടെ വിചാരം. പക്ഷേ അവൾ വിളിച്ചത് എന്തിനാണെന്നറിയാൻ അയാൾക്ക് ആഗ്രഹവും തോന്നി. നീ എന്തിനാ വിളിച്ച കവിതയെ? ഉറക്കത്തിൽ നിന്ന് ഉണർന്നതുപോലെ നടിച്ച് അയാൾ ചോദിച്ചു. ഹോസ്റ്റലിൽ നിന്ന് രക്ഷപ്പെടുത്താൻ തൽക്കാലം നമ്മൾ ശ്രീജയെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. പക്ഷേ മാസങ്ങൾ കഴിയുന്നതോടെ അവളുടെ വയർ വീർക്കത്തില്ലേ? അപ്പോൾ കാണുന്നവർ ചോദിക്കത്തില്ലേ? അയാൾ മൂളി. കല്യാണം കഴിഞ്ഞിട്ടില്ലാത്ത പെണ്ണല്ലേ അവൾ? പിഴച്ചു പോയെന്ന് ആളുകൾ വിചാരിക്കത്തില്ലേ? മൂളാൻ മാത്രമേ പ്രസാദിന് കഴിയുമായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വേവലാതിയോടെ കവിത ചോദിച്ചു. നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാം, അയാൾ സമാധാനിപ്പിച്ചു. വേറൊരു വഴിയുണ്ട് പ്രസാദേട്ടാ. എന്താണ്? അതിത്തിരി ക്രൂരമാണ്. അവൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് അയാൾക്ക് മനസ്സിലായി. പക്ഷേ അവൾ സമ്മതിക്കുമോ? മാനക്കേടിലും വലുതാണോ പ്രസാദേട്ടാ ആ വിശ്വാസവഞ്ചകന് ജനിക്കുന്ന കുഞ്ഞ്? പക്ഷേ ആ കുഞ്ഞെന്ത് പിഴച്ചു? അരുകൊലയല്ലേ അത്? ദൈവം പൊറുക്കുമോ? വേറെന്താണൊരു മാർഗം? സമയമുണ്ടല്ലോ, നമുക്ക് ആലോചിച്ച് വേണ്ടത് ചെയ്യാം. അവർ ഉറങ്ങാൻ ശ്രമിച്ചു. അല്പനേരം കഴിഞ്ഞപ്പോൾ നിദ്ര വന്ന് കവിതയെ അനുഗ്രഹിച്ചു. പക്ഷേ പ്രസാദ് തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ശ്രീജയ്ക്ക് ഉറങ്ങാൻ കഴിയുകയില്ലെന്ന് അയാൾക്കറിയാമായിരുന്നു. തെറ്റ് ചെയ്തത് താൻ, പക്ഷേ പഴി വാങ്ങുന്നത് ഹേമന്ത്. അവനിപ്പോൾ എവിടെയായിരിക്കും? ഇതൊന്നും അവൻ അറിയുന്നില്ലല്ലോ. പിറ്റേന്ന് രാവിലെ ആദ്യം ഉണർന്നത് കവിതയാണ്. പ്രസാദ് അപ്പോൾ നല്ല ഉറക്കത്തിലായിരുന്നു. വെളുപ്പായപ്പോഴാണ് അയാൾക്കൊന്ന് കണ്ണടയ്ക്കാൻ കഴിഞ്ഞത്. കവിത അടുക്കളയിൽ ചെന്ന് കാപ്പി ഉണ്ടാക്കി. എന്നിട്ട് ശ്രീജയുടെ മുറിയിൽ ചെന്ന് നോക്കി. അവൾ ഉണർന്ന് കിടക്കുകയായിരുന്നു. ശ്രീജ, കവിത വിളിച്ചു. അവൾ തലതിരിച്ച് കവിതയെ നോക്കി. കാപ്പി കൊണ്ടുവരട്ടെ? വേണ്ട ചേച്ചി, ഞാൻ അങ്ങോട്ട് വരാം. നീ കുറച്ചു നേരം കൂടി കിടക്ക്, ഞാൻ കാപ്പി കൊണ്ടുവരാം. ചേച്ചി എനിക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്, സങ്കടത്തോടെ ശ്രീജ പറഞ്ഞു. ഇത് വല്ലതും കഷ്ടപ്പാടാണോ? എനിക്കിത് സന്തോഷമാണ്. സ്നേഹിക്കാനും പരിചരിക്കാനും ഒരാളെ എനിക്ക് കിട്ടിയില്ലേ, അതൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ശ്രീജ എഴുന്നേറ്റ് കട്ടിലിരുന്നു. ഞാനിപ്പോൾ കാപ്പി കൊണ്ടുവരാം. കവിത അടുക്കളയിലേക്ക് പോയപ്പോൾ ശ്രീജ ബാത്റൂമിൽ ചെന്ന് മുഖം കഴുകി. കവിതയെ വഞ്ചിച്ചുകൊണ്ട് എത്ര നാൾ ഈ വീട്ടിൽ കഴിയാൻ പറ്റും? വേണ്ട, എത്രയും വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെടണം. പക്ഷേ എങ്ങോട്ട്? അതിന് മറുപടിയില്ലായിരുന്നു അവൾക്ക്. താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലവും അവളുടെ മനസ്സിലേക്ക് വന്നില്ല. സ്നേഹവും വിശ്വാസവുമുള്ള വേറെ ഒരാൾ പോലും ഈ ഭൂമിയിലില്ല. വീട്ടിലേക്ക് പോകാൻ വയ്യ. അവിടെ പണത്തെ സ്നേഹിക്കുന്നവർ മാത്രമേ ഉള്ളൂ. അമ്മയുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞേനെ. പക്ഷേ കവിത ഒരു ഗ്ലാസ് കാപ്പിയുമായി വന്നു. അവളത് ശ്രീജയ്ക്ക് കൊടുത്തു. ആവശ്യത്തിന് വെള്ളം കുടിക്കണം മോളെ, കൃത്യസമയത്ത് ഭക്ഷണവും, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ വളർച്ച നല്ല രീതിയിലാവുകയില്ല. ശ്രീജ കാപ്പി വാങ്ങി കുടിച്ചു. ഇന്നലെ രാത്രിയിൽ നിന്നെക്കുറിച്ച് പ്രസാദേട്ടനും ഞാനും കുറേ നേരം സംസാരിച്ചു മോളെ. എന്താണെന്നറിയാൻ ശ്രീജ അവളെ നോക്കി. 4-5 മാസം വരെ ഇങ്ങനെ കഴിയാം. അത് കഴിഞ്ഞേ വയറു വലുതാവൂ. അത് കാണുമ്പോൾ പലർക്കും സംശയം വരും, ഇല്ലേ? ശരിയാണെന്ന മട്ടിൽ അവൾ മെല്ലെ തലക്കുലുക്കി. ആളുകൾ ചോദിക്കുമ്പോൾ നീ എന്ത് മറുപടി പറയും? നിന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ലെന്ന് സ്കൂളിൽ എല്ലാവർക്കും അറിയില്ലേ? വിഷണഭാവത്തിൽ ശ്രീജ അവളെ നോക്കി. നിന്റെ മനസ്സിൽ എന്തെങ്കിലും മാർഗം തോന്നുന്നുണ്ടോ മോളെ? എനിക്ക് മരിച്ചാൽ മതി ചേച്ചി, കണ്ണീരോട് അവൾ പറഞ്ഞു. കവിത പെട്ടെന്ന് അവളുടെ വായ പൊത്തി. അങ്ങനൊന്നും ചിന്തിക്കുക പോലും ചെയ്യല്ലേ മോളെ. മനസ്സിന് ബലമില്ലാതെ വരുമ്പോൾ അത്തരം ചീത്ത ചിന്തകളൊക്കെ വരും. തളരാൻ പാടില്ല. ശ്രീജ നിശബ്ദയായിരുന്നു. ഈ കുഞ്ഞിനെ നിനക്ക് വേണമെന്നുണ്ടോ? അവളുടെ മനസ്സറിയാനായി കവിത ചോദിച്ചു. എന്നുവെച്ചാൽ? മനസ്സിലാകാത്ത മട്ടിൽ ശ്രീജ അവളെ നോക്കി. അവനെപ്പോലെ ഒരു ചതിയൻ്റെ കുഞ്ഞിനെ നിനക്ക് വേണോ? നിന്നെ സ്നേഹിക്കുന്ന അതേ സമയത്ത് വേറൊരു പെണ്ണുമായി ശാരീരിക ബന്ധം പുലർത്തിയവനാണ് അവൻ. അവൻ്റെ കുഞ്ഞിനെ നീ പ്രസവിച്ച് വളർത്തണോ? ചേച്ചി ഉദ്ദേശിച്ചത്? വേണമെങ്കിൽ ഇതിനെ ഇല്ലാതാക്കാം. നല്ല ഒരു ഹോസ്പിറ്റലിൽ പോയാൽ മതി. ശ്രീജ ഒന്ന് ഞെട്ടി. വേണ്ട ചേച്ചി, വഞ്ചകനാണെങ്കിലും എൻ്റെ വയറ്റിൽ പൊടിച്ച ജീവൻ എൻ്റേതല്ലേ. ഞാൻ എങ്ങനെ അതിനെ? എനിക്ക് അതേക്കുറിച്ച് ചിന്തിക്കാൻ പോലും വയ്യ. ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ മോളെ. കുഞ്ഞിനെ പ്രസവിച്ച് വളർത്താൻ തീരുമാനിച്ചാൽ ഒരുപാട് പേരുടെ ചോദ്യങ്ങൾക്ക് നീ ഉത്തരം പറയേണ്ടി വരും. അതുമാത്രമേ ഉള്ളൂ ബുദ്ധിമുട്ട്. എന്തായാലും ഞാനിതിനെ നശിപ്പിക്കത്തില്ല. എല്ലാവരും എന്നെ ചീത്ത പെണ്ണെന്ന് വിളിച്ചാലും സാരമില്ല. ഞാൻ എൻ്റെ കുഞ്ഞിനെ വളർത്തും. അതാണ് നിൻ്റെ തീരുമാനമെങ്കിൽ പ്രസാദേട്ടനും ഞാനും നിൻ്റെ കൂടെ ഉണ്ടാവും മോളെ. കവിത അടുക്കളയിലേക്ക് മടങ്ങി. ശ്രീജ സ്കൂളിൽ പോകുമ്പോൾ ചോറ് കൊടുത്തയക്കണം. ഗർഭിണിയാണവൾ. നല്ല പോഷക സമൃദ്ധമായ ആഹാരം കഴിക്കണം. വൈകുന്നേരം പ്രസാദേട്ടൻ്റെ കൂടെ മാർക്കറ്റിൽ പോയി കുറേ പഴങ്ങൾ മേടിക്കണം, പച്ചക്കറികളും. അവൾക്ക് ഒരു തരത്തിലും ക്ഷീണമുഖം ഉണ്ടാകാൻ പാടില്ല. 8:30 ശ്രീജ സ്കൂളിൽ പോകാൻ തയ്യാറായി. കവിത അവളുടെ ടിഫിൻ ബോക്സ് നിറച്ച് ബാഗിൽ വച്ചു കൊടുത്തു. നടന്നു പോകണ്ട, പ്രസാദേട്ടൻ കാറിൽ കൊണ്ടുചെന്ന് വിടും. സ്കൂളിലേക്ക് 1 കിലോമീറ്റർ താഴെ ദൂരമേ ഉള്ളൂ. വേണ്ട ചേച്ചി, ഞാൻ നടന്നോളാം.
ഇളവയിൽ കൊള്ളുന്നത് നല്ലതല്ല. ചിലപ്പോൾ തലചുറ്റലുണ്ടാകും. നിന്നെ പ്രസാദേട്ടൻ വന്ന് വിട്ടോളും മോളെ. 10 മണിയായിട്ട് എനിക്ക് ഓഫീസിൽ ചെന്നാൽ മതിയല്ലോ. ഇഷ്ടംപോലെ സമയമുണ്ട്. കവിത ബെഡ്റൂമിലേക്ക് ചെന്നു. ബാത്റൂമിൽ നിന്നുകൊണ്ട് പ്രസാദ് അപ്പോൾ ഷേവ് ചെയ്യുകയായിരുന്നു. പ്രസാദേട്ടാ, ശ്രീജയെ കാറിൽ സ്കൂളിൽ കൊണ്ടുചെന്ന് വിടാൻ പറ്റുമോ? അതിനെന്താ, റെഡിയാകാൻ പറ. അവൾ റെഡിയായി നിൽക്കുക. പ്രസാദേട്ടൻ വന്നാൽ മതി. ശരി. അയാൾ വേഗം ഷേവ് ചെയ്ത് വേഷം ധരിച്ച് കാറിൻ്റെ ചാവിയും എടുത്ത് വന്നു. ചെല്ലുമോളെ, കാറിൽ കയറ്. എന്തെങ്കിലും വയ്യായിക തോന്നിയാൽ എന്നെ വിളിക്കണം. അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലേക്ക് വരണം. ആദ്യത്തെ 3 മാസം പ്രത്യേകം ശ്രദ്ധിക്കണം. മനസ്സിലായില്ലേ? കവിത പറഞ്ഞു. അവൾ തല കുലുക്കി. ശ്രീജ ചെന്ന് കാറിൻ്റെ ബാക്ക് ഡോർ തുറന്ന് ഉള്ളിലേക്ക് കയറിയിരുന്നു. പ്രസാദ് ഡ്രൈവിംഗ് സീറ്റിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പ്രസാദേട്ടാ, സ്പീഡിൽ വണ്ടി ഓടിക്കല്ലേ, പതിയെ പോയാൽ മതി. അടുത്തേക്ക് ചെന്ന് കവിത പറഞ്ഞു. അയാൾ തലകുലുക്കി. കാർ ഗേറ്റ് കടന്ന് പുറത്തേക്കിറങ്ങി. പ്രസാദേട്ടാ, കാർ റോഡിലെത്തിയപ്പോൾ ശ്രീജ വിളിച്ചു. എന്താ ശ്രീജെ? അയാൾ തലയൊന്ന് തിരിച്ചു നോക്കി ചോദിച്ചു. എനിക്കിത് താങ്ങാൻ വയ്യ. ഓരോ തവണയും കവിതേച്ചിയുടെ മുഖം കാണുമ്പോൾ, ആ സ്നേഹം അനുഭവിക്കുമ്പോൾ എൻ്റെ നെഞ്ച് തകരുകയാണ്. എല്ലാം തുറന്നു പറഞ്ഞ് ഞാൻ മാപ്പ് ചോദിച്ചാലോ? വേണ്ട, അവൾക്കത് വലിയ ഷോക്കായിരിക്കും. ഏറ്റവും അടുത്ത കൂട്ടുകാരിയും വഞ്ചിച്ചു. അവൾ മാപ്പ് തരില്ല. അവൾക്ക് നമ്മളെ 2 പേരെയും നഷ്ടപ്പെടും. അവൾ ഒറ്റയ്ക്കാകും. അത് വേണോ? പിന്നെ നമ്മൾ എന്ത് ചെയ്യും? തൽക്കാലം ഇങ്ങനെ പോകട്ടെ. 4-5 മാസം കഴിയുമ്പോൾ രഹസ്യം പുറത്താകുമല്ലോ. അപ്പോൾ നിന്നെ എവിടേക്കെങ്കിലും മാറ്റാം. പ്രസവം കഴിഞ്ഞിട്ട് വന്നാൽ മതി. കുഞ്ഞുമായിട്ടോ? നിൻ്റേത് സർക്കാർ സ്കൂളല്ലേ? വേറെ എവിടെയെങ്കിലും ട്രാൻസ്ഫർ മേടിക്കാം. പുതിയ സ്ഥലത്ത് നിന്നെ ആരും അറിയില്ലല്ലോ. ഒരു താലി മേടിച്ച് കഴുത്തിലിട്ട് കഴിഞ്ഞാൽ ആരും വേറൊന്നും ചോദിക്കത്തില്ല. അത് നേരാണെന്ന് അവൾക്ക് തോന്നി. ഞാൻ നോക്കിയിട്ട് അതേയുള്ളൊരു വഴി. അങ്ങനെ ചെയ്യാം. എന്തായാലും ഈ കുഞ്ഞിനെ എനിക്ക് വേണം. ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു കല്യാണമില്ല. ഒരു ഭർത്താവിനെയും എനിക്ക് വേണ്ട. എൻ്റെ കുഞ്ഞ് മാത്രം മതി എനിക്ക്. പ്രസാദ് ഒന്നും മിണ്ടിയില്ല. അവളെ സ്കൂളിൽ വിട്ടിട്ട് അയാൾ വേഗം തിരിച്ചു വന്നു. അന്ന് രാത്രിയിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ് കവിതയുടെ തലയിൽ ഒരാശയമുണ്ടായത്. പ്രസാദേട്ടാ, നമുക്ക് ഹേമന്തിൻ്റെ വീട്ടിലേക്കൊന്ന് പോയാലോ? ഞെട്ടലോടെ അയാൾ അവളെ നോക്കി. എന്തിന്? അവൻ അച്ഛനും അമ്മയുമായി കോണ്ടാക്ട് ചെയ്യാതിരിക്കത്തില്ല. അവർക്കറിയാമായിരിക്കും അവൻ എവിടെയുണ്ടെന്ന്. അതുകൊണ്ട് എന്ത് കാര്യം? ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ നമ്മൾ മാപ്പ് കൊടുക്കണ്ടേ? തെറ്റ് തിരുത്താൻ അവസരം കൊടുക്കുന്നതാണ് മനുഷ്യത്വം. മനസ്സിലാകാതെ ശ്രീജ അവളെ നോക്കി. അവന് വേറൊരു പെണ്ണുമായി അടുപ്പമുണ്ടായി. ശരി തന്നെ, സാഹചര്യങ്ങൾ കാരണം അങ്ങനെ സംഭവിച്ചു പോയി. അവൻ ചെയ്തത് തെറ്റ് തന്നെ. പക്ഷേ അവന് നമ്മൾ മാപ്പ് കൊടുക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ഈ അവസ്ഥയിൽ, കവിത പറഞ്ഞു. എന്നുവെച്ചാൽ അവനെ വിളിച്ചു വരുത്തണം. നല്ലൊരു സ്റ്റാഫായിരുന്നില്ലേ അവൻ? വീണ്ടും പ്രസാദേട്ടൻ്റെ കമ്പനിയിൽ അവന് ജോലി കൊടുക്കണം. അവൻ ശ്രീജയെ വിവാഹം ചെയ്യട്ടെ. ശ്രീജ ഒന്ന് ഞെട്ടി. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിഹാരമുണ്ടാകും. അതല്ലേ നല്ലത്. പ്രസാദ് ശ്രീജയെ ഒന്നും മിണ്ടിയില്ല. ശ്രീജ എന്തു പറയുന്നു? എന്നെ മറന്ന് വേറൊരു പെണ്ണിൻ്റെ അടുത്തേക്ക് പോയി അവളെയും വഞ്ചിച്ച ഒരാളെ എനിക്ക് വേണ്ട ചേച്ചി. ഇപ്പോൾ നീ ചെറുപ്പമോ മോളെ? ഇതൊരു പെൺകുഞ്ഞാണെങ്കിലോ? അതിൻ്റെ വിവാഹ സമയത്ത് കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് ചോദ്യം വരും. മരിച്ചുപോയെന്ന് തൽക്കാലം ഒരു കള്ളം പറയാം. പക്ഷേ പിന്നീട് സത്യം പുറത്തു വന്നാൽ പിഴച്ചുപറ്റവളുടെ മോളാണെന്ന അപമാനഭാരവും പേറി നിന്റെ മോൾ നരകിക്കേണ്ടി വരും. ശ്രീജയ്ക്ക് മറുപടിയില്ലായിരുന്നു. ഒരു മോനാണ് ജനിക്കുന്നതെങ്കിലും ഭാവിയിൽ അവൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. അതിലും നല്ലത്. പ്രസാദ് ഭയന്നു. ഹേമന്തിനെ കണ്ടുപിടിച്ചാൽ അവൻ പറയും ശ്രീജയുമായി അത്തരത്തിലുള്ള ഒരു ബന്ധവും ഉണ്ടായിട്ടില്ലെന്ന്. ശ്രീജയ്ക്ക് അത് നിഷേധിക്കാനും പറ്റില്ല. അപ്പോൾ നിന്റെ ഗർഭത്തിന് ഉത്തരവാദി ആരാണെന്ന് കവിത ചോദിക്കും. ശ്രീജ എന്ത് മറുപടി പറയും? പ്രസാദ് ഇരുന്ന് വിയർത്തു. മറ്റന്നാൾ ഞായറല്ലേ? നമ്മൾ രാവിലെ അവൻ്റെ വീട്ടിലേക്ക് പോകുന്നു. ശ്രീജ ഇവിടെ ഇരുന്നാൽ മതി. പ്രസാദേട്ടനും ഞാനും മാത്രം പോയാൽ മതി. പ്രസാദിനോ ശ്രീജയ്ക്കോ പിന്നെ എതിർത്തൊന്നും പറയാൻ കഴിഞ്ഞില്ല. ഞായർ രാവിലെ കഴിക്കാൻ ഓമനമ്മ പുട്ടും കടലക്കറിയുമായാണ് ഉണ്ടാക്കിയത്. കരുണാകരക്കുറുപ്പ് പറമ്പിൽ നിന്ന് കയറി വന്നപ്പോൾ അവർ അയാൾക്ക് പ്രാതൽ കൊടുത്തു. അല്പനേരം കഴിഞ്ഞപ്പോൾ ഫോൺ ബെല്ലടിച്ചു. ഓമനമ്മ ചെന്ന് റിസീവർ എടുത്തു. ഹലോ അമ്മ, ഞാനാണ്, ഹേമന്ത് പറഞ്ഞു. എല്ലാ ഞായറാഴ്ച രാവിലെയും അയാൾ മുടങ്ങാതെ വിളിക്കാറുണ്ട്, ചില രാത്രികളിലും. മോനെ, നീ വല്ലതും കഴിച്ചോ രാവിലെ? ഇല്ലമ്മേ, കഴിക്കാൻ പോവാണ്. എൻ്റെ ലോഡ്ജിനടുത്ത് ഒരു ചെറിയ ഹോട്ടലുണ്ട്. ഇന്നമ്മ എന്താണ് ഉണ്ടാക്കിയത്? പുട്ടും കടലക്കറിയും. കേട്ടിട്ട് നാവിൽ വെള്ളം മുറുന്നു. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് അമ്മയുണ്ടാക്കുന്ന കടലക്കറി ഉണ്ടെങ്കിൽ 4 കുറ്റി പുട്ട് നിഷ്പ്രയാസം തിന്നു ഞാൻ. ഓമനമ്മ ചിരിച്ചു. മോൻ അടുത്ത മാസം വരുമോ? നോക്കട്ടെ, ലീവ് കിട്ടാൻ പാടാണ്. കൊച്ചമണി ഇന്നലെയും വന്നിട്ടുണ്ടായിരുന്നു. 2 മാസത്തിനകം കല്യാണം നടത്തണമെന്ന കാർത്തികയുടെ അച്ഛൻ്റെ ആഗ്രഹം. 2 മാസത്തിനകം നടത്താമെന്ന് ഇനി വിളിക്കുമ്പോൾ അമ്മ പറയണം. 3 മാസമൊക്കെ അവർ ക്ഷമിക്കും. അതൊരു നല്ല ബന്ധമാണ് മോനെ. വിടാൻ പറ്റത്തില്ല. നല്ല കുട്ടിയെ കാർത്തിക. അവളിവിടെ വന്നാൽ അമ്മയ്ക്കും അച്ഛനും ഒരു കൂട്ടാകും. പറ്റിയാൽ അടുത്ത മാസം ഞാൻ വീട്ടിലൊന്ന് വരാം. എന്നാൽ ആ സമയത്ത് നമുക്കൊരു കല്യാണ നിശ്ചയം നടത്താം. എന്താ? അതേക്കുറിച്ച് ആലോചിക്കാം അമ്മേ. അച്ഛനെന്തിയേ?
അച്ഛൻ വീണ്ടും പറമ്പിലേക്ക് ഇറങ്ങി. എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വഭാവമല്ലേ, നിനക്കറിയാമല്ലോ. അച്ഛനെ വിളിക്കണോ? ഓമനമ്മ ചോദിച്ചു. വേണ്ട, വിവരം പറഞ്ഞാൽ മതി. നിനക്കവിടെ സുഖമല്ലേ മോനെ? സുഖമാ അമ്മേ, നല്ല ശമ്പളവും കിട്ടുന്നുണ്ട്. അതല്ലേ വലിയ കാര്യം. ശരി, ഞാൻ പിന്നെ വിളിക്കാം. ഓമനമ്മ റിസീവർ വെച്ചു. അപ്പോഴാണ് ഒരു കാർ മുറ്റത്തേക്ക് കയറി വന്നത്. കാറിൽ നിന്ന് ആദ്യം കവിതയും പിന്നെ പ്രസാദും ഇറങ്ങി. ഓമനമ്മ ഒന്ന് ഞെട്ടി. എന്തിനാണ് പ്രസാദ് സാർ ഇങ്ങോട്ട് വന്നത്? സാറിൻ്റെ കമ്പനിയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞാണ് കോയമ്പത്തൂർക്ക് പോയതെന്നാണ് ഹേമന്ത് പറഞ്ഞിട്ടുള്ളത്. ആരെങ്കിലും അന്വേഷിച്ചു വന്നാൽ എവിടെയുണ്ടെന്ന് പറയരുതെന്നും അവൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എങ്കിലും വീട്ടിലേക്ക് വരുന്നവരെ ദുർമുഖം കാട്ടാൻ പാടില്ലല്ലോ. ഓമനയമ്മ ചിരിച്ചുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രസാദിനെയും കവിതയെയും സ്വീകരിച്ചു. അല്ല, ഇതാരാ? സാറിൻ്റെ ഭാര്യയാണോ? ഞാൻ നല്ലപ്പോഴാണ് കാണുന്നത്. സാർ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടല്ലോ. എൻ്റെ ഭാര്യ കവിത. മുമ്പ് ഞാൻ 2 തവണ ഇവിടെ വന്നപ്പോഴും ഇവളെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഇതുവഴി ഒരാവശ്യത്തിന് പോകേണ്ടി വന്നപ്പം ഇവിടെ കയറി ഹേമന്തിൻ്റെ അച്ഛനെയും അമ്മയെയും കാണാമെന്ന് വിചാരിച്ചു. ഓമനമ്മ കവിതയുടെ കൈപിടിച്ചു. വാ മോളെ. ഹേമന്തിൻ്റെ അച്ഛനില്ലേ ഇവിടെ? കവിത വെറുതെ ലോഹ്യം ചോദിച്ചു. ഉണ്ട്, പറമ്പിലാ. കുറച്ച് വാഴ നട്ടിട്ടുണ്ട്. അതിന് വളമിടാൻ പോയതാ. കയറി ഇരുന്നട്ടെ, ഞാൻ വിളിച്ചോണ്ട് വരാം. ഓമനമ്മ അവരെ അകത്തേക്ക് ക്ഷണിച്ചു. പ്രസാദും കവിതയും ചെരുപ്പ് അഴിച്ചു വെച്ചിട്ട് വീട്ടിലേക്ക് കയറി. കോൺക്രീറ്റ് ചെയ്ത സാമാന്യം ഭംഗിയുള്ള വീടായിരുന്നു അത്. രണ്ടുപേരും സ്വീകരണ മുറിയിലെ സോഫയിലിരുന്നു. TV സ്റ്റാൻഡിൽ ഹേമന്തിൻ്റെ മനോഹരമായ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്തു വച്ചിട്ടുണ്ടായിരുന്നു. ഇരിക്കെ, ഞാനിപ്പം വരാം. ഓമനമ്മ അടുക്കള വാതിൽ വഴി പുറത്തേക്കിറങ്ങി. പിൻവശത്തെ പറമ്പിൽ നട്ട വാഴകളുടെ ഇടയിൽ വളമിട്ട് കൊണ്ട് നിൽക്കുകയായിരുന്നു കരുണാകർ കുറുപ്പ്. ഓമനമ്മ തിടുക്കത്തിൽ അയാളുടെ അടുത്തേക്ക് ചെന്നു. എന്താടി? അവളുടെ മുഖത്തെ പരിഭ്രമം കണ്ട അയാൾ ചോദിച്ചു. മോൻ നേരത്തെ ജോലി ചെയ്തിരുന്ന കമ്പനിയിലെ സാറും ഭാര്യയും വന്നേക്കുന്നു. പ്രസാദ് സാറാണോ? അതെ. വെറുതെ എന്തായാലും ഇത്ര ദൂരെ നിന്ന് വരത്തില്ല. തക്കതായ എന്തെങ്കിലും കാര്യം കാണും. നമ്മളെന്താ പറയും? കുറുപ്പ് ഒന്ന് ആലോചിച്ചു. ആരെങ്കിലും വന്ന് അന്വേഷിച്ചാൽ ഒന്നും പറയണ്ടെന്നല്ലോ അവൻ പറഞ്ഞത്. അപ്പോൾ പിന്നെ അവർ വന്നതെന്താണെന്ന് അറിയട്ടെ. അത് കഴിഞ്ഞ് മതി അവൻ്റെ കാര്യം സംസാരിക്കുന്നത്, ഓമനയമ്മ പറഞ്ഞു. അത് നേരാ. കിണറ്റുകരയിൽ ചെന്ന് കൈയും കാലും മുഖവും കഴുകി തോർത്തുകൊണ്ട് തുറച്ച് ഒരു ഷർട്ട് എടുത്ത് ധരിച്ചുകൊണ്ടാണ് കുറുപ്പ് മുൻവശത്തെ മുറിയിലേക്ക് ചെന്നത്. പറമ്പിൽ ഇത്തിരി പണിയുണ്ടായിരുന്നു സാറേ, അതുകൊണ്ടാണ് ഞാൻ. എന്താ ഈ വഴിയൊക്കെ? 2 പേരും ഉണ്ടല്ലോ. മുഖത്തൊരു ചിരി വരുത്തിക്കൊണ്ട് കുറുപ്പ് ചോദിച്ചു. ഞങ്ങൾ ഒരാളെ കാണാൻ പോകാൻ ഇറങ്ങിയതാ ചേട്ടാ. ഇതുവഴി പോയപ്പോൾ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. തന്നെയുമല്ല, ഹേമന്തിനെ കുറിച്ച് അന്വേഷിക്കാൻ കൂടിയാണ്. ഹേമന്ത് വിളിക്കാറുണ്ടോ ചേട്ടാ? കവിത ചോദിച്ചു. ഇടയ്ക്കൊക്കെ അവൻ വിളിക്കാറുണ്ട്. പുതിയ കമ്പനിയിൽ അവന് സുഖമാണ്. ഓഫീസിലിരുന്നാൽ മതി, കഷ്ടപ്പെട്ട് യാത്രയൊന്നും ചെയ്യണ്ട. തന്നെയുമല്ല, നല്ല ശമ്പളവുമുണ്ട്. കുറുപ്പ് മനഃപൂർവ്വമാണ് അങ്ങനെ പറഞ്ഞത്. പ്രസാദിൻ്റെ കമ്പനിയിൽ നിന്ന് പോകേണ്ടി വന്നെങ്കിലും അവനിപ്പോഴും നല്ല നിലയിലാണെന്ന് അറിയിക്കണമല്ലോ. ഹേമന്ത് ഇപ്പോൾ എവിടെയാണ്? പ്രസാദ് ചോദിച്ചു. അവനിപ്പോൾ കോയമ്പത്തൂരിലാണ്. കോയമ്പത്തൂർ? പ്രസാദ് അത് മനസ്സിൽ കുറിച്ചിട്ടു. അവിടെ ഏത് കമ്പനിയിലാണ്? കമ്പനിയുടെ പേരൊന്നും അറിയത്തില്ല സാറേ. ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനിയാണെന്ന് അവൻ പറഞ്ഞത്. ഹേമന്ത് ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് രാജിവെച്ച് പോയതിൽ ഞങ്ങൾക്കെല്ലാവർക്കും വലിയ വിഷമമുണ്ട്, പ്രസാദ് പറഞ്ഞു. കുറുപ്പ് മനസ്സിലാകാത്ത മട്ടിൽ അയാളെ നോക്കി. ഹേമന്ത് ഇങ്ങനെയുമൊന്നും അല്ലല്ലോ പറഞ്ഞത്. പക്ഷേ അവനെ പിരിച്ചുവിട്ടതല്ലേ? കുറുപ്പ് ചോദിച്ചു. ഹേമന്ത് അങ്ങനെ പറഞ്ഞോ? അത്ഭുതഭാവത്തിൽ പ്രസാദ് ചോദിച്ചു. അതെ, അവൻ്റെ ജോലിയിൽ തൃപ്തി വരാഞ്ഞിട്ട് കമ്പനി അവനെ പിരിച്ചുവിട്ടെന്നും അതുകൊണ്ട് വേറൊരു കമ്പനിയിൽ ജോലിക്ക് കയറാൻ പോവുകയാണെന്നുമെന്നാണ് അവൻ പറഞ്ഞത്. പ്രസാദും കവിതയും പരസ്പരം ഒന്ന് നോക്കി. അങ്ങനെയല്ല ചേട്ടൻ നടന്നത്. ഹേമന്തിനെക്കുറിച്ച് കമ്പനിക്കോ റീജിയണൽ മാനേജറായ എനിക്കോ യാതൊരു തൃപ്തിക്കുറവുമില്ല. തന്നെയുമല്ല, നന്നായി ജോലി ചെയ്യുന്ന ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിരുന്നു അവൻ. മറ്റെന്തോ കാരണം കൊണ്ടാണ് അവൻ പോയത്, പ്രസാദ് വിശദീകരിച്ചു. അതൊന്നും എനിക്കറിയത്തില്ല സാറേ. അവൻ പറഞ്ഞാലേ എനിക്കറിയാവൂ. എന്തായാലും അവൻ വലിയ സന്തോഷത്തിലാണ്. എനിക്ക് ഹേമന്തിനോട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. അവൻ്റെ മൊബൈൽ നമ്പർ വിളിച്ചിട്ട് കിട്ടുന്നില്ല, പ്രസാദ് പറഞ്ഞു. പഴയ നമ്പർ മാറി. ഇപ്പോൾ കമ്പനി അവന് പുതിയ മൊബൈൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നാണ് അവൻ വിളിക്കുന്നത്. ഹേമന്ത് എനിക്ക് സ്വന്തം അനിയനെ പോലായിരുന്നു, കുറുപ്പ് ചേട്ടാ. അവൻ പോയതിൽ എനിക്ക് കൂടുതൽ സങ്കടം, കവിത പറഞ്ഞു. കവിത ചേച്ചിയുടെ കാര്യം അവൻ മിക്കപ്പോഴും പറയാറുണ്ടായിരുന്നു. വീട്ടിൽ ചെല്ലുമെന്നും അവിടെ നിന്ന് ചോറും ചായയുമൊക്കെ കഴിക്കുമെന്നും. അത് കേട്ടുകൊണ്ട് വന്ന ഓമനമ്മ പറഞ്ഞു. അവരുടെ കയ്യിൽ 2 ഗ്ലാസ് നാരങ്ങ വെള്ളം ഉണ്ടായിരുന്നു. അവർ അത് പ്രസാദിനും കവിതയ്ക്കും കൊടുത്തു. എനിക്ക് ഹേമന്തിൻ്റെ പുതിയ നമ്പർ ഒന്ന് വേണം ചേട്ടാ, കവിത ആഗ്രഹം പ്രകടിപ്പിച്ചു. ഞങ്ങൾ അവനെ അങ്ങോട്ട് വിളിക്കാറില്ല മോളെ. അവനെ ഇങ്ങോട്ട് വിളിക്കാറുള്ളത്. അതുകൊണ്ട് അവൻ്റെ നമ്പർ അറിയത്തില്ല. കവിതയുടെ മുഖം വാടി. പ്രസാദിൻ്റെ മുഖത്ത് ആശ്വാസം തെളിഞ്ഞു. അപ്പോൾ അത്യാവശ്യത്തിന് ഹേമന്തിനെ വിളിച്ച് എന്തെങ്കിലും കാര്യം പറയണമെങ്കിൽ എന്തു ചെയ്യും? അവൾ ചോദിച്ചു.
അതിന് അവൻ്റെ നമ്പർ തന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഇതുവരെ അങ്ങോട്ട് വിളിച്ചിട്ടില്ല. ആ നമ്പറൊന്ന് താ ചേട്ടാ, എനിക്ക് അവനോടൊന്ന് സംസാരിക്കണം. കുറുപ്പ് എഴുന്നേറ്റ് ചെന്ന് മേശ തുറന്ന് ഒരു ഡയറി എടുത്ത് കൊണ്ടുവന്നു. ഡയറിയുടെ അവസാനത്തെ പേജിൽ കുറേ ഫോൺ നമ്പറുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഒടുവിലത്തെ നമ്പർ അയാൾ അവൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അപ്പോൾ തന്നെ കവിത അവളുടെ മൊബൈലിൽ ആ നമ്പർ സേവ് ചെയ്തു. ഞാൻ ഹേമന്തിനെ വിളിക്കുന്നുണ്ട് ചേട്ടാ. എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനത് മാറ്റിയെടുക്കാം. പഴയ ജോലി അവന് തിരിച്ചു കിട്ടുകയും ചെയ്യും. പ്രസാദ് വിളറിയ മുഖത്തോടെ ഇരുന്നു. എന്നാൽ വലിയ ഉപകാരം മോളെ. ഒരേയൊരു മോനലേ ഉള്ളൂ ഞങ്ങൾക്ക്. വയസ്സുകാലത്ത് അവൻ അന്യനാട്ടിൽ പോയി കിടന്നാൽ ഞങ്ങൾക്ക് പിന്നെ ആരാ തുണയുള്ളത്? ഓമനയമ്മ പറഞ്ഞു. ഹേമന്തിനെ നമുക്ക് നാട്ടിൽ കൊണ്ടുവരാമേ. തന്നെയുമല്ല അവൻ്റെ കല്യാണം നടത്താം. അവൻ്റെ കല്യാണമൊക്കെ തീരുമാനിച്ചിരിക്കുക മോളെ, കുറുപ്പ് പറഞ്ഞു. കവിത ഞെട്ടലോടെ അയാളെന്ന് നോക്കി. അതെന്നായിരുന്നു? ഇപ്പോൾ 2 മാസം കഴിഞ്ഞു. എന്നിട്ട് ഞങ്ങളോട് അവൻ അതേക്കുറിച്ച് ഒരക്ഷരം പോലും പറഞ്ഞില്ലല്ലോ. അവൻ കോയമ്പത്തൂർക്ക് പോകുന്നതിന് 1 മാസം മുമ്പായിരുന്നു. കാർത്തിക എന്ന പെണ്ണിൻ്റെ പേര്. ജോലിയൊന്നുമില്ല. ഡിഗ്രി വരെ പഠിച്ചതാ മോളെ. അവളെ ജോലിക്ക് വിടണമെന്ന് അവനും ആഗ്രഹമില്ല. കാര്യങ്ങളെല്ലാം ഞങ്ങൾ 2 കൂട്ടരും പറഞ്ഞുറപ്പിച്ചു കഴിഞ്ഞു. അടുത്ത മാസം അവന് ലീവ് കിട്ടിയ വിവാഹ നിശ്ചയം നടത്താനിരിക്കുക, കുറുപ്പ് പറഞ്ഞു. ശ്വാസം നിലച്ചതുപോലെ കവിത ഇരുന്നു. എല്ലാം തീരുമാനമായിട്ട് പറയാമെന്ന് വിചാരിച്ചു കാണും. അതാ അവൻ അതേക്കുറിച്ച് ഒന്നും മിണ്ടാഞ്ഞേ. പിന്നെ അവിടെ ഇരിക്കണമെന്ന് കവിതയ്ക്ക് തോന്നിയില്ല. എങ്കിൽ നമുക്ക് ഇറങ്ങാം പ്രസാദേട്ടാ. അവൾ എഴുന്നേറ്റു. ശരി, ഞങ്ങൾ ഇറങ്ങുക ചേട്ടാ. ഹേമന്ത് ഇനി വിളിക്കുമ്പോൾ ഞങ്ങൾ വന്നിരുന്നെന്ന് പറയണം. പ്രസാദും എഴുന്നേറ്റു. എന്നാൽ അങ്ങനെ ആകട്ടെ. ഹേമന്തിന് നിങ്ങളെ കമ്പനിയിൽ വീണ്ടും ജോലി കൊടുത്ത ഉപകാരമായിരുന്നു സാറേ. കുറുപ്പ് കൈകൂപ്പി. എന്തായാലും അവൻ വരട്ടെ. 2 പേരും ചെന്ന് കാറിൽ കയറി. കാർ പോകുന്നത് നോക്കി കരുണാകരക്കുറുപ്പും ഓമനയമ്മയും നിന്നു. ആര് പറഞ്ഞതാ സത്യം, ഹേമന്തോ അതോ ഇവരോ? കുറുപ്പ് ചോദിച്ചു. നമ്മുടെ മോൻ നമ്മളോട് കള്ളം പറയുമോ? ഓമനയമ്മ സംശയിച്ചു. എന്തെങ്കിലും ആകട്ടെ, അവന് വീണ്ടും നാട്ടിൽ ജോലി കിട്ടിയാൽ മതിയായിരുന്നു, കുറുപ്പ് ആശിച്ചു. അയാൾ വീണ്ടും പറമ്പിലേക്ക് മടങ്ങി. ശ്രീജ ക്ലോക്കിൽ നോക്കി. മണി 3:10. രാവിലെ പോയ കവിതേച്ചിയും പ്രസാദനും ഇതുവരെ മടങ്ങി വന്നിട്ടില്ല. ഉച്ചയാകുമ്പോഴേക്ക് തിരിച്ചെത്തുമെന്ന് പറഞ്ഞാണ് പോയത്. ഇടയ്ക്ക് ഒന്ന് വിളിച്ചു പോലുമില്ല. അങ്ങോട്ട് വിളിച്ചു നോക്കാൻ ഭയം അനുവദിച്ചുമില്ല. ഹേമന്തിൻ്റെ നമ്പർ കിട്ടിയാൽ അയാളുമായി കവിതേച്ചി സംസാരിച്ചാൽ അതോടെ കള്ളി വെളിച്ചത്താക്കും. ഈ വീട്ടിൽ നിന്ന് കവിതേച്ചി തന്നെ അടിച്ചിറക്കും. ഇപ്പോൾ സഹായത്തിന് കവിതേച്ചിയും പ്രസാദേട്ടനും മാത്രമേ ഉള്ളൂ. സത്യം മുഴുവൻ കവിതേച്ചി അറിഞ്ഞാൽ അതോടെ ഈ ആശ്രയവും ഇല്ലാതാവും. വീണ്ടും ഹോസ്റ്റലിലേക്ക് ചെന്നാൽ അവിടെ അഡ്മിഷൻ തരണമെന്നില്ല. താൻ വഴിയാധാരമാകും. ശ്രീജ മനസ്സുരുക്കി കിടന്നു. ഉച്ചയ്ക്ക് കഴിക്കാൻ ചോറും കറികളും ഉണ്ടാക്കി വെച്ചിട്ടാണ് രാവിലെ കവിതച്ച് പോയത്. എല്ലാം എടുത്ത് കഴിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞതാണ്. ഇടയ്ക്ക് കഴിക്കാൻ ഓറഞ്ചും മുന്തിരിയും ആപ്പിളും ഒക്കെ വാങ്ങി വെച്ചിട്ടുമുണ്ട്. പക്ഷേ അവളൊന്നും കഴിച്ചില്ല. കഴിച്ചാലുടൻ അത് പുറത്തേക്ക് എടുക്കുമെന്ന് അവൾക്കറിയാമായിരുന്നു. ഒരു നിമിഷം സംഭവിച്ച അവിവേകം, ഒരു രാത്രിയിൽ സംഭവിച്ച തെറ്റ്. ഈശ്വര, അതിൻ്റെ ശാപം ജീവിതകാലം മുഴുവൻ. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അല്പനേരം കഴിഞ്ഞപ്പോൾ ആരോ ഗേറ്റ് തുറക്കുന്ന ശബ്ദം അവൾ കേട്ടു. എഴുന്നേറ്റ് ചെന്ന് നോക്കിയപ്പോൾ കവിതേച്ചിയാണ്. അവർ വന്നിരിക്കുന്നു. ശ്രീജ വേഗം ചെന്ന് മുൻവാതിൽ തുറന്നു. അവളുടെ ഹൃദയം അപ്പോൾ അപകടകരമാം വിധം മിടിക്കാൻ തുടങ്ങി. കവിതേച്ചി എല്ലാം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ. നിരാശാഭരിതമായ മുഖത്തോടെയാണ് കവിത പടി കയറി വന്നത്. അപ്പോഴേക്ക് പ്രസാദ് കാർ മുറ്റത്തേക്ക് കയറ്റിയിരുന്നു. ഒരു ഫലവും ഉണ്ടായില്ല മോളെ, അവൾ പറഞ്ഞു. ആരുമില്ലായിരുന്നോ വീട്ടിൽ? വാ പറയാം. കവിത അവളെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് ഹേമന്തിൻ്റെ വീട്ടിൽ നിന്നറിഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവൻ്റെ നമ്പറിൽ പലവട്ടം ഞാൻ വിളിച്ചു നോക്കി. അപ്പോഴെല്ലാം സ്വിച്ച് ഓഫാണ്. ശ്രീജ മിണ്ടിയില്ല. അവൻ്റെ കല്യാണം തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അടുത്ത മാസം എൻഗേജ്മെൻറ്റ് നടത്തിയേക്കും. ശ്രീജ അവളെ പകച്ചു നോക്കി. വേണ്ട മോളെ, ഇത്തരം ഒരു തെമ്മാടിയെ നിനക്ക് വേണ്ട. അവനെപ്പോലൊരു തട്ടിപ്പുകാരനെ എങ്ങനെ ഇനി വിശ്വസിക്കും? കല്യാണം കഴിഞ്ഞാലും വേറെ പെണ്ണുങ്ങളെ വശീകരിച്ചെടുത്ത് അവൻ. ക്ഷോഭത്തോടെ കവിത കിതച്ചു. ശ്രീജ മെല്ലെ കണ്ണുകളടച്ചു. ഭയപ്പെട്ട അപകടം തൽക്കാലം ഒഴിഞ്ഞു പോയിരിക്കുന്നു. പക്ഷേ കവിതേച്ചി ആ നമ്പറിൽ ഇനിയും വിളിക്കും. അത് എപ്പോഴും സ്വിച്ച് ഓഫ് ആയിരിക്കണമെന്നില്ല. നീ വല്ലതും കഴിച്ച മോളെ? പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ കവിത ചോദിച്ചു. ഇല്ല. അതെന്താ? വിശപ്പ് തോന്നിയില്ല. എന്നാലും കഴിക്കണം. വിശപ്പും രുചിയും ഒന്നും നോക്കരുത്. നിന്റെ വയറ്റിൽ ഒരു കുഞ്ഞ് വളരുന്നുണ്ട്. ശരീരം ക്ഷീണിക്കാൻ പാടില്ല. എഴുന്നേറ്റ് വാ. കവിത അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്ന് ചോറ് വിളമ്പിക്കൊടുത്തു. അവൾ അല്പം കഴിച്ചെന്ന് വരുത്തി. പിറ്റേന്ന് രാവിലെ ശ്രീജ സ്കൂളിൽ പോയി. മീൻകറിയും പച്ചക്കറി വിഭവങ്ങളും ഉണ്ടാക്കി ചോറുപാത്രം നിറച്ചാണ് കവിത അവളെ വിട്ടത്. ഉച്ചയ്ക്ക് സ്റ്റാഫ് റൂമിലിരുന്നാണ് ടീച്ചർമാർ ഭക്ഷണം കഴിക്കുന്നത്. തൊട്ടടുത്ത് വീടുള്ളവർ വീട്ടിൽ പോയി കഴിക്കും. പതിവ് പോലെ ജയലക്ഷ്മി ടീച്ചറും രശ്മി ടീച്ചറും ശബ്ന ടീച്ചറും ശ്രീജയും ഒന്നിച്ചാണ് ഊണ് കഴിക്കാൻ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നത്. ശ്രീജയുടെ മീൻകറി മറ്റുള്ളവരും പങ്കുവച്ചു. ശ്രീജയുടെ കവിതേച്ചി നല്ല കുക്കാണല്ലോ. രശ്മി ടീച്ചർ മീൻകറി രുചിച്ചു നോക്കിയിട്ട് പറഞ്ഞു. കവിതേച്ചിയാണോ ഹസ്ബൻഡാണോ ശ്രീജയുടെ ബന്ധു?
സബീന ടീച്ചർ ചോദിച്ചു. കവിതേച്ചി: ചേച്ചിയുടെ ഹസ്ബൻഡ് സ്നേഹമുള്ളവനല്ലേ? പുള്ളിയാണല്ലോ ഇപ്പം ശ്രീജയെ സ്കൂളിൽ കൊണ്ട് വിടുന്നത്. ശ്രീജ മിണ്ടിയില്ല. എത്ര അടുത്ത ബന്ധുവാണെങ്കിലും ആണുങ്ങളെ ഒരകലത്തിൽ നിർത്തണം ശ്രീജ, കൂട്ടത്തിൽ മുതിർന്ന ജയലക്ഷ്മി പറഞ്ഞു. അവിടെ ഹസ്ബൻഡും വൈഫും ഉണ്ടല്ലോ, അവരുടെ കൂടെയല്ലേ ശ്രീജ താമസിക്കുന്നത്. പിന്നെ എന്ത് പേടിക്കാനാ? ലക്ഷ്മി ടീച്ചർ ചോദിച്ചു. മനുഷ്യൻ്റെ മനസ്സ് എപ്പോഴാണ് മാറുന്നതെന്ന് പറയാൻ പറ്റത്തില്ല ലക്ഷ്മി. സ്നേഹം കിട്ടുന്നിടത്തേക്ക് മനസ്സ് പായും. അതിലാരെയും കുറ്റപ്പെടുത്താനും പറ്റത്തില്ല, ജയലക്ഷ്മി പറഞ്ഞു. അത് നേരാ. സാഹചര്യമാണ് ആണിനെയും പെണ്ണിനെയും അരുതാത്തത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അവരുടെ സംസാരം ഒന്ന് അവസാനിച്ചെങ്കിലെന്ന് ശ്രീജ ആഗ്രഹിച്ചു. അത്രയ്ക്ക് അലോസരമുണ്ടാക്കി ആ സംഭാഷണം. എന്തായാലും ശ്രീജ ഹോസ്റ്റലിൽ നിന്ന് അവരുടെ വീട്ടിലേക്ക് മാറിയത് ബുദ്ധിയായില്ല എന്നാണ് എൻ്റെ അഭിപ്രായം, ലക്ഷ്മി പറഞ്ഞു. അതെന്താ? സബീന ചോദിച്ചു. ഇനിയിപ്പോൾ ശ്രീജയ്ക്ക് കല്യാണാലോചനകൾ വരും. താമസിക്കുന്നത് ബന്ധുവിൻ്റെ വീട്ടിലാണെന്ന് പറയുമ്പോൾ ചില പയ്യന്മാർക്ക് ഇഷ്ടപ്പെടത്തില്ല. കാരണം അകന്ന ബന്ധുവാണെങ്കിലും ഒരു പുരുഷൻ ആ വീട്ടിലില്ലേ. അത് നേരാ. ഹോസ്റ്റലിൽ താമസിക്കുന്നതായിരുന്നു ശ്രീജ നല്ലത്, സബീന പറഞ്ഞു. അപ്പോഴാണ് ശ്രീജയ്ക്ക് മനം പുരട്ടി വന്നത്. വായിലുണ്ടായിരുന്ന ചോറ് പുറത്തേക്ക് തെറിച്ച് വീഴാതിരിക്കാനായി കൈപ്പത്തി കൊണ്ട് അമർത്തി അവൾ എഴുന്നേറ്റ് വാഷ് ബേസിൻ്റെ അടുത്തേക്ക് ഓടി. അവൾ ഒന്ന് രണ്ട് വട്ടം ഓക്കാനിച്ചു. ജയലക്ഷ്മിയും സബീനയും രശ്മിയും സംശയത്തോടെ അന്യോന്യം നോക്കി. വാഷ് ബേസിനിലേക്ക് ശ്രീജ വീണ്ടും വീണ്ടും ഛർദ്ദിച്ചു. രശ്മി ടീച്ചർ എഴുന്നേറ്റ് ചെന്ന് അവളുടെ പുറം തടവി കൊടുത്തു. എന്ത് പറ്റി ശ്രീജ? ടീച്ചർ ചോദിച്ചു. മറുപടി പറയാനാവാതെ വാഷ് ബേസിൻ്റെ വക്കിൽ കൈകളൂന്നി നിന്ന് അവൾ കിതച്ചു. വയറിന് പിടിക്കാത്ത എന്തെങ്കിലും കഴിച്ചോന്ന് വീണ്ടും രശ്മി ടീച്ചർ ചോദിച്ചു. സബീന ടീച്ചറും ജയലക്ഷ്മി ടീച്ചറും ശബ്ദം താഴ്ത്തി എന്തോ പരസ്പരം പറഞ്ഞു. വയറുവേദനയുണ്ടോ? രശ്മി ടീച്ചർ ചോദിച്ചു. ഇല്ല. പിന്നെന്ത് പറ്റി? വയറിന് നല്ല സുഖമില്ല. ഇന്നലെ രാത്രിയും ഛർദ്ദിച്ചു. രാവിലെ ഭയങ്കര വയറുവേദനയായിരുന്നു, അവളൊരു നുണ പറഞ്ഞു. എന്നിട്ടെന്താ ഡോക്ടറെ കാണാൻ പോകാഞ്ഞത്? വയറുവേദനയും ഛർദ്ദിലുമൊന്നും വച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. മണ്ടത്തരമല്ലേ ശ്രീജ കാണിച്ചത്? രശ്മി ടീച്ചർ അവളെ ശാസിച്ചു. ശ്രീജ ഒന്നും മിണ്ടാതെ വായും കൈയും കഴുകി. ബാക്കി ചോറ് കഴിക്കാൻ തോന്നിയില്ല അവൾക്ക്. പാത്രം എടുത്തുകൊണ്ട് വെളിയിൽ ചെന്ന് അവളത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ തട്ടിയിട്ടു. എന്തോ കുഴപ്പമോ ടീച്ചറെ? ശബ്ദം താഴ്ത്തി ജയലക്ഷ്മി ടീച്ചർ പറഞ്ഞു. എന്തു കുഴപ്പം? രശ്മി ടീച്ചർക്ക് മനസ്സിലായില്ല. അവൾക്കെന്തോ അബദ്ധം പറ്റിയിട്ടുണ്ട്. ശ്രീജ അത്തരം പെണ്ണൊന്നുമല്ല. ഈ സ്കൂളിൽ ഏറ്റവും അടക്കവും ഒതുക്കവുമുള്ള ടീച്ചർ അവൾ. രശ്മി ടീച്ചർ അത് വിശ്വസിച്ചില്ല. മിണ്ടാപ്പൂച്ചകളാ ടീച്ചറെ പലപ്പോഴും കലമുടയ്ക്കുന്നത്, സബീന ടീച്ചർ പറഞ്ഞു. അത് കേട്ട് ജയലക്ഷ്മി ടീച്ചർ ചിരിച്ചു. കാര്യമറിയാതെ നമ്മൾ ആരെയും സംശയിക്കരുത്, രശ്മി പറഞ്ഞു. കാര്യം അറിഞ്ഞിട്ടാണോ ടീച്ചർ പറഞ്ഞത്? അവൾ അത്തരം പെണ്ണൊന്നുമല്ലെന്ന് ആർക്കും ആരെയും അറിയില്ല ടീച്ചറെ. എല്ലാവരും രഹസ്യങ്ങൾ ഒളിപ്പിച്ചുകൊണ്ട് നടക്കുന്നവരാ, ജയലക്ഷ്മി പറഞ്ഞു. ജയലക്ഷ്മി ടീച്ചർ അങ്ങനെയാണോ? രശ്മി ചോദിച്ചു. അതിന് ജയലക്ഷ്മി മറുപടി പറഞ്ഞില്ല. ചോറുപാത്രം കഴുകി വൃത്തിയാക്കി ശ്രീജ വീണ്ടും സ്റ്റാഫ് റൂമിലേക്ക് വന്നു. ആദ്യമായി കാണുന്നതുപോലെ രശ്മിയും ജയലക്ഷ്മിയും സബീനയും അവളെ നോക്കി. ശ്രീജയുടെ മുഖം വല്ലാതെ തുടുത്ത് ചുവന്നിരുന്നു. കണ്ണുകൾ കലങ്ങിയിരുന്നു. മുഖത്ത് പരിഭ്രമമുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോണോ ശ്രീജയെ? രശ്മി ചോദിച്ചു. വേണ്ട ടീച്ചറെ. ഛർദ്ദിച്ച് കഴിഞ്ഞപ്പം ഒരാശ്വാസം കിട്ടി. അടുത്ത പീരീഡ് ക്ലാസ് ഉണ്ടോ? ഉണ്ട്. ക്ഷീണമുണ്ടെങ്കിൽ ക്ലാസ്സിൽ പോകണ്ട. അടുത്ത പീരീഡ് ഞാൻ ഫ്രീ ആണ്. ഞാൻ പോകാം ശ്രീജയുടെ ക്ലാസ്സിൽ. രശ്മി സഹായിക്കാൻ സന്നദ്ധയായി. വേണ്ട ടീച്ചറെ, ഞാൻ പോയിക്കോളാം. എത്രയും വേഗം ബെല്ലടിക്കണേ എന്നായിരുന്നു അവളുടെ പ്രാർത്ഥന. എങ്കിൽ ക്ലാസ്സിലേക്ക് പോകാമായിരുന്നു. ജയലക്ഷ്മി ടീച്ചറിൻ്റെയും സബീന ടീച്ചറിൻ്റെയും അർത്ഥം വെച്ച നോട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു. രണ്ടുപേർക്കും എന്തോ സംശയമുണ്ടായ ലക്ഷണമുണ്ട്. അധിക ദിവസം ഈ രഹസ്യം എല്ലാവരിൽ നിന്നും മറച്ചുവെക്കാൻ കഴിയില്ലെന്ന് ശ്രീജയ്ക്ക് മനസ്സിലായി. ഒന്നുകിൽ എല്ലാവരും അറിയട്ടെ എന്ന ധൈര്യപൂർവ്വം തീരുമാനമെടുക്കണം, അല്ലെങ്കിൽ വയറ്റിൽ വളരുന്ന ജീവൻ്റെ തുടിപ്പിനെ ഇല്ലായ്മ ചെയ്യണം. രണ്ടാമത്തെ കാര്യം എന്തായാലും ചെയ്യില്ല. ഭാഗ്യത്തിന് ബെല്ലടിച്ചു. ജയലക്ഷ്മി ടീച്ചറും സബീന ടീച്ചറും ക്ലാസ്സിലേക്ക് പോയി. സ്റ്റാഫ് റൂമിൽ രശ്മി ടീച്ചറും ശ്രീജയും മാത്രം അവശേഷിച്ചു. ഞാനും പോയിട്ട് വരാം ടീച്ചറെ. ശ്രീജയും ക്ലാസ്സിലേക്ക് പോയി. ഒന്ന് ഛർദ്ദിച്ചു കഴിഞ്ഞതുകൊണ്ട് തൽക്കാലം പേടിക്കേണ്ടെന്ന് അവൾക്കറിയാമായിരുന്നു. 4 മണിയായപ്പോൾ അവൾ സ്കൂളിൽ നിന്നിറങ്ങി. പോസ്റ്റ് ഓഫീസിലേക്ക് പോകാതെ അവൾ നേരെ വീട്ടിലേക്ക് നടന്നു. വീടിൻ്റെ മുൻവാതിലിന് 3 താക്കോലുണ്ടായിരുന്നു. അതിലൊന്ന് കവിത അവളെ ഏൽപ്പിച്ചിരുന്നു. അവൾക്ക് എപ്പോൾ വേണമെങ്കിലും വീട്ടിലേക്ക് ചെല്ലാൻ വേണ്ടിയായിരുന്നു അത്. വീട്ടിലെത്തിയപ്പോൾ തളർച്ചയോടെ അവൾ കട്ടിലിലേക്ക് കിടന്നു. എത്ര ദിവസം ഇങ്ങനെ തള്ളി നീക്കും? ഓരോ ദിവസം കഴിയുന്തോറും മനസ്സമാധാനം കൂടുതൽ നഷ്ടപ്പെടുകയാണ്. പിഴച്ചവൾ എന്ന പേര് വീഴാൻ ഇനി അധിക നാൾ കാത്തിരിക്കേണ്ടി വരില്ല. സ്കൂളിലെ ബ്ലാക്ക് ബോർഡിലും ഭിത്തികളിലും ഇനി ശ്രീജ ടീച്ചറിൻ്റെ അവിഹിത ബന്ധത്തെക്കുറിച്ചുള്ള വാർത്തകളും ചിത്രങ്ങളും എഴുതപ്പെടും. എവിടേക്ക് ഓടി ഒളിക്കും? ആത്മഹത്യ ചെയ്യാൻ ധൈര്യക്കുറവൊന്നുമില്ല. പക്ഷേ ഉള്ളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞിൻ്റെ ജീവനെടുക്കാൻ തനിക്ക് അധികാരമോ അവകാശമോ ഇല്ല. അല്പനേരം കഴിഞ്ഞപ്പോൾ ആരോ ഗേറ്റ് തുറക്കുന്ന ശബ്ദം അവൾ കേട്ടു. 5 മണിയായല്ലോ. കവിതേച്ചി ഇന്ന് നേരത്തെ വന്നോ? മുൻവശത്തെ വാതിൽ തുറന്നു കൊടുക്കാനായി അവൾ എഴുന്നേറ്റ് ചെന്നു. ഉള്ളിൽ നിന്ന് ബോൾട്ടിട്ടിരിക്കുകയായിരുന്നു കതക്.
അവൾ വാതിൽ തുറന്നു. വന്നത് പ്രസാദായിരുന്നു. അയാളെ കണ്ട് ശ്രീജ ഒന്ന് ഞെട്ടി. ഇത്ര നേരത്തെ പ്രസാദേട്ടൻ വരാറില്ല. അപ്പോൾ ഇന്ന് മനഃപൂർവ്വമാണ്. കാറിൽ നിന്നിറങ്ങി അയാൾ പടികൾ കയറി ചെന്നു. എന്നെ ഈ നേരത്ത് ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? ഇല്ല. ശ്രീജയോട് എനിക്ക് സംസാരിക്കാനുണ്ട്. അതുകൊണ്ടാണ് കവിത വരും മുമ്പേ ഞാൻ. പ്രസാദ് സെറ്റിയിലിരുന്നു. നീ ഇരിക്കേ. എന്താ പ്രസാദേട്ടന് സംസാരിക്കാനുള്ളത്? ഇരിക്ക് ശ്രീജെ, അയാൾ നിർബന്ധിച്ചു. എതിർവശത്തുള്ള സെറ്റിയിൽ അവൾ ഇരുന്നു. അയാൾ ചിന്താമഗ്നനായിരുന്നു. അയാളുടെ സന്തോഷം മുഴുവൻ ചോർന്നു പോയിരുന്നു. എനിക്കിപ്പോൾ ഒരേയൊരു ചിന്തയേ ഉള്ളൂ. ഓഫീസിലിരുന്ന് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. ബിസിനസ് കാര്യങ്ങൾക്കായി ഓരോരുത്തർ വരുമ്പോൾ ഏകാഗ്രതയോടെ സംസാരിക്കാൻ പറ്റുന്നില്ല. അവൾ മിണ്ടിയില്ല. എന്തെങ്കിലും ഒരു പരിഹാരം കാണാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല ശ്രീജെ. എനിക്ക് ആരെയും പേടിയില്ല. കവിത വിഷമിക്കുമല്ലോ, അവൾ എന്നെ വെറുക്കുമല്ലോ എന്ന ചിന്ത മാത്രമാണ് എല്ലാവരോടും തുറന്നു പറയുന്നതിൽ നിന്ന് എന്നെ പിന്നിലേക്ക് പിടിച്ചു വലിക്കുന്നത്. അധിക ദിവസം എനിക്കും ഈ രഹസ്യം കാത്തു സൂക്ഷിക്കാൻ പറ്റില്ല പ്രസാദേട്ടാ. ഇന്ന് തന്നെ സ്കൂളിൽ ചില ടീച്ചർമാർക്ക് സംശയമുണ്ടായിട്ടുണ്ട്. എല്ലാവരും എല്ലാം അറിഞ്ഞാൽ നമ്മളെ അവർ നികൃഷ്ട ജീവികളെ പോലെ കാണും. കവിതയെ പുച്ഛിക്കും. എൻ്റെ കാര്യം പോട്ടെ, പക്ഷെ കവിത അവളെന്ത് തെറ്റ് ചെയ്തു? നമ്മളെ രണ്ടുപേരെയും വിശ്വസിച്ചു. അതുമാത്രമാണ് കവിത ചെയ്ത തെറ്റ്. കവിത എല്ലാം അറിയുന്നതിന് മുമ്പ് നമുക്ക് സത്യം അവളോട് തുറന്നു പറഞ്ഞാലോ? അതാ നല്ലത്. കവിതച്ചിയുടെ സ്നേഹം എന്നേക്കുമായി എനിക്ക് നഷ്ടപ്പെടും. എന്നാലും സാരമില്ല. മനസ്സിൻ്റെ ചുട്ടുപൊള്ളിയിൽ നിന്ന് കുറച്ച് ആശ്വാസം കിട്ടുമല്ലോ. അവൾ സമ്മതിച്ചു. പക്ഷേ അതല്ലാതെ വേറെന്തെങ്കിലും വഴി നിൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ടോ? ഇവിടുന്ന് ട്രാൻസ്ഫർ മേടിച്ച് ദൂരെ എവിടെയെങ്കിലും പോയാൽ നമുക്ക് പിന്നെ ഒരിക്കലും കണ്ടുമുട്ടേണ്ടി വരില്ല. പക്ഷേ സമ്മർ വെക്കേഷന് സ്കൂൾ അടച്ചു കഴിഞ്ഞ് പിന്നെ തുറക്കുമ്പോഴേ ട്രാൻസ്ഫർ നടക്കൂ. സ്കൂൾ അടയ്ക്കാൻ ഇനി 2 മാസം ഉണ്ടല്ലോ. പിന്നെയും 2 മാസം. 4 മാസം പിടിച്ചു നിൽക്കാൻ പറ്റില്ല പ്രസാദേട്ടാ. രണ്ടുപേരും അല്പനേരം ആലോചിച്ചിരുന്നു. ഒരു കാര്യം ചെയ്താലോ? നാളെ തന്നെ ട്രാൻസ്ഫറിന് അപേക്ഷ കൊടുക്ക്. എന്നിട്ട് 2 മാസം ലീവ് എടുക്ക്. അയാൾ പെട്ടെന്ന് പറഞ്ഞു. അതൊരു നല്ല ഉപായമാണ്. 4 മാസം കഴിഞ്ഞ് സ്കൂൾ തുറക്കുമ്പോഴേക്കേ വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് സ്ഥലം മാറ്റം കിട്ടും. അപ്പോഴേക്കും നിനക്ക് 6 മാസം തികയും. സ്കൂളിനടുത്ത് ഞാൻ വീടെടുത്ത് തരാം. കൂട്ടിനൊരു സ്ത്രീയെ ഏർപ്പാടാക്കിയാൽ മതിയല്ലോ. അത് മതി പ്രസാദേട്ടാ. എനിക്ക് എൻ്റെ സ്വന്തം നാട്ടിലേക്ക് ഈ അവസ്ഥയിൽ പോകാൻ പറ്റത്തില്ലല്ലോ. ഒരവസ്ഥയിലും പോകാൻ പറ്റത്തില്ല. അതൊക്കെ പ്രസാദേട്ടന് അറിയാമല്ലോ. അറിയാം. പക്ഷേ അവർക്ക് നിൻ്റെ ശമ്പളം വേണമല്ലോ. അതുകൊണ്ട് തല്ലിക്കൊല്ലത്തില്ല. നീ ഇവിടുന്ന് പോകുന്നതാ എന്തുകൊണ്ട് നല്ലത്. ഞാൻ ഇടയ്ക്കൊക്കെ വന്ന് കാണാം. അത് മതി. അങ്ങനെ ഒരു തീരുമാനത്തിൽ രണ്ടുപേരും ഒടുവിലെത്തി. അപ്പോഴാണ് കവിത വന്നത്. മുറ്റത്ത് കാർ കിടക്കുന്നത് കണ്ട് അവൾ അത്ഭുതപ്പെട്ടു. പ്രസാദേട്ടൻ ഇന്ന് നേരത്തെ വന്നോ? ഉച്ച കഴിഞ്ഞപ്പോൾ മുതൽ ഒരു തലവേദന. അവിടെ ഇരിക്കാൻ തോന്നിയില്ല. ഭാഗ്യത്തിന് ഇവിടെ വന്നപ്പോൾ ശ്രീജയുണ്ട്. ചായ കുടിച്ചോ? ഇല്ല. അവൾക്ക് വയ്യാതിരിക്കുമ്പം കഷ്ടപ്പെടുത്തണ്ടെന്ന് വിചാരിച്ച് പറഞ്ഞില്ല. അവളെവിടെ? കിടക്കുവാണെന്ന് തോന്നുന്നു. കവിത ഗേറ്റ് തുറന്നപ്പോൾ തന്നെ ശ്രീജ എഴുന്നേറ്റ് അവളുടെ മുറിയിലേക്ക് പോയിരുന്നു. കവിത പെട്ടെന്ന് ചായ ഉണ്ടാക്കി 2 പേർക്കും കൊടുത്തു. ചേച്ചി, ഇന്ന് സ്കൂളിൽ വെച്ച് ഒരു സംഭവം ഉണ്ടായി. കവിതയെ ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ ശ്രീജ പറഞ്ഞു. എന്താ? ഉത്കണ്ഠയോടെ കവിത അവളെ നോക്കി. ഉച്ചയ്ക്ക് ഊണ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഛർദ്ദിച്ചു. എന്നിട്ട് ജയലക്ഷ്മി ടീച്ചറും സ്വപ്ന ടീച്ചറുമൊക്കെ എന്നെ സംശയത്തോടെയാണ് നോക്കിയത്. വൃത്തികെട്ട മനസ്സാ ചില പെണ്ണുങ്ങളുടേത്, അവജ്ഞയോടെ കവിത പറഞ്ഞു. പക്ഷേ അതിലും ഒരു സത്യമുണ്ടല്ലോ ചേച്ചി. നാളെയും ഇത് തന്നെ സംഭവിച്ചാൽ അവർ അത് ഉറപ്പിക്കും. ശരിയാ മോളെ. ഞാൻ കുറച്ച് ദിവസം ലീവ് എടുത്താലോ എന്നാണ് ആലോചിക്കുന്നത്. എത്ര നാൾ? വലിയ അവധിക്ക് സ്കൂൾ അടയ്ക്കാൻ ഇനി കഷ്ടിച്ച് 2 മാസമല്ലേ ഉള്ളൂ. അത്രയും ലീവ് എടുത്താൽ പിന്നെ സ്കൂളിലേക്ക് പോകേണ്ടി വരത്തില്ല. അത് നേരാ. പിന്നെ 2 മാസം വെക്കേഷനുമാണല്ലോ. കവിത യോജിച്ചു. വേറെ എന്തെങ്കിലും സ്ഥലത്തേക്ക് ട്രാൻസ്ഫറിന് അപേക്ഷ കൊടുക്കാം. പുതിയ സ്ഥലത്ത് എന്നെ ആരും അറിയില്ലല്ലോ. ശരിയാ. ഹസ്ബൻഡ് ഗൾഫിലാണെന്നോ മറ്റോ പറഞ്ഞാൽ മതി. അത്ര ദൂരത്തേക്കൊന്നും പോകണ്ട മോളെ. ഇടയ്ക്ക് ഞങ്ങൾക്ക് വന്ന് നിന്നെ കാണാവുന്നത്ര അകലത്തിൽ മതി. നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് വേക്കൻസി ഇല്ലെങ്കിൽ അവർ പറയുന്ന സ്കൂളിലേക്ക് പോകേണ്ടി വരും. അത് സാരമില്ല. മാനക്കേടിൽ നിന്ന് രക്ഷപ്പെടുന്നതാ ഇപ്പോൾ പ്രധാനം. കവിതയിൽ നിന്ന് സമ്മതം കിട്ടിയപ്പോൾ അവൾക്ക് കുറച്ച് ആശ്വാസം അനുഭവപ്പെട്ടു. പിറ്റേന്ന് സ്കൂളിൽ ചെന്നപ്പോൾ ഹെഡ് മാസ്റ്റർ കണ്ട് 2 മാസത്തെ മെഡിക്കൽ ലീവിന് ശ്രീജ അപേക്ഷ കൊടുത്തു. കരുണ ക്ലിനിക്കിലെ ഡോക്ടർ അരവിന്ദൻ്റെ റെക്കമെൻഡേഷൻ സഹിതമാണ് അപേക്ഷ കൊടുത്തത്. എന്താ ശ്രീജ കുഴപ്പം? ഹെഡ് മാസ്റ്റർ രാജശേഖരൻ ചോദിച്ചു. 2-3 തവണ തലചുറ്റി വീണു സാർ. ഹാർട്ടിന് ചെറിയ കംപ്ലൈൻ്റ് ഉണ്ടെന്ന് ഡോക്ടർ പരിശോധന കഴിഞ്ഞ് പറഞ്ഞത്. ഡീറ്റെയിൽസ് ചെക്കപ്പ് വേണം. തിരുവനന്തപുരത്ത് ഒന്ന് പോകേണ്ടി വരും. 2 മാസത്തെ റെസ്റ്റ് അത്യാവശ്യമാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പ്രസാദ് പറഞ്ഞു പഠിപ്പിച്ചതുപോലെ അവൾ കാരണം അവതരിപ്പിച്ചു. ശ്രീജ പോയാൽ ചില ക്ലാസ്സുകൾക്ക് ബുദ്ധിമുട്ടാകും. സാരമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പഠിപ്പിച്ചാൽ മറ്റു ടീച്ചർമാരോട് പറയാം.
ട്രാൻസ്ഫറിനുള്ള അപേക്ഷയും അപ്പോൾ തന്നെ അവൾ സമർപ്പിച്ചു. ഇവിടുന്ന് പോകാനാണോ ശ്രീജയുടെ തീരുമാനം? അത് വായിച്ചു നോക്കിയിട്ട് ഹെഡ് മാസ്റ്റർ ചോദിച്ചു. നാട്ടിലേക്ക് പോകാൻ വേണ്ടിയാണ് സാർ. അവിടെ കിട്ടിയില്ലെങ്കിൽ തൊട്ടടുത്ത 2 സ്ഥലങ്ങൾ കൂടി എഴുതിയിട്ടുണ്ട്. നാട്ടിലെ സ്കൂളിൻ്റെ പേരായിരുന്നില്ല അവൾ അപേക്ഷയിൽ എഴുതിയിരുന്നത്. ശരി, ഞാനിത് മുകളിലേക്ക് അയക്കാം. അന്നുച്ചയ്ക്ക് ടീച്ചേഴ്സ് റൂമിൽ വെച്ച് അവർ എല്ലാവരോടും ലീവെടുക്കുന്ന കാര്യം പറഞ്ഞു. എന്താ ശ്രീജ എത്ര പെട്ടെന്ന്? സബിന ടീച്ചർ ചുഴിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു. പതിവായി തലവേദനയും ഛർദിലുണ്ട് ടീച്ചറെ. ഇന്നലെ ഡോക്ടറെ കണ്ടപ്പോൾ 2 മാസം റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞത്. കംപ്ലീറ്റ് മെഡിക്കൽ ചെക്കപ്പ് വേണ്ടി വരുമെന്ന്. ഹാർട്ടും ലിവറും കിഡ്നിയും. അങ്ങനെയൊക്കെ പറഞ്ഞാലും അവർ വിശ്വസിക്കുമോ എന്നവൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ നാളെ മുതൽ ലീവാണ്? അതെ. ശ്രീജയുടെ ക്ലാസ്സുകൾ കൂടി ഞങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമല്ലോ, കുറ്റപ്പെടുത്തുന്നത് പോലെ ജയലക്ഷ്മി പറഞ്ഞു. ജയലക്ഷ്മി ടീച്ചർ കഴിഞ്ഞ കൊല്ലം 6 മാസം മെറ്റേണിറ്റി ലീവിൽ പോയപ്പോൾ ആ ക്ലാസ്സുകൾ ഞങ്ങൾ എല്ലാവരും കൂടിയല്ലേ എടുത്തത്? ലക്ഷ്മി ടീച്ചർ ചോദിച്ചു. അതോടെ ജയലക്ഷ്മിയുടെ വായടഞ്ഞു. കുറച്ച് സമാധാനത്തോടെയാണ് ശ്രീജ അന്ന് വീട്ടിലെത്തിയത്. മോളെ, നീ ഇനി എന്നും ഒറ്റയ്ക്ക് വീട്ടിലിരിക്കേണ്ടി വരുമല്ലോ. നിനക്ക് ബോറടിക്കും, കവിത പറഞ്ഞു. എന്നാലും സാരമില്ല ചേച്ചി, സ്വസ്ഥതയുണ്ടല്ലോ. ആളുകളുടെ സംശയത്തിന് മറുപടി പറയാതെ കഴിക്കാമല്ലോ. കുത്തി കുത്തി ചോദിക്കും ഓരോ ടീച്ചർമാർ. അത് നേരാ. എന്തെങ്കിലുമൊക്കെ വായിച്ചും TV കണ്ടും ഇരിക്കേ, അല്ലാതെ വേറെന്ത് ചെയ്യാനാ? ബോറടിച്ചാലും സാരമില്ല ചേച്ചി, ഞാനിരുന്നോളാം. അന്ന് രാത്രിയിൽ അവളെക്കുറിച്ച് പ്രസാദും കവിതയും സംസാരിച്ചു. കവിതയെ, നമുക്ക് അവളെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കണ്ടേ? നമ്മൾ രണ്ടുപേരും ഒന്നുപോലെയാണല്ലോ പ്രസാദത്തെ ചിന്തിക്കുന്നത്. ഇക്കാര്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ഇന്ദിരേച്ചിയോട് ആൾക്കെന്ന മട്ടിൽ സംസാരിച്ചു. ചേച്ചിയുടെ മോൾ കഴിഞ്ഞാഴ്ചയാണല്ലോ പ്രസവിച്ചത്. ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടർ സുഭദ്ര മിടിക്കുകയാണെന്നാണ് ചേച്ചി പറഞ്ഞത്. വൈകുന്നേരം വീട്ടിൽ ചെന്ന് കണ്ടാൽ മതി. എങ്കിൽ നാളെ തന്നെ നമുക്ക് അവളെ കൊണ്ടുപോകണം. ശരി പ്രസാദേട്ടാ. ആരെങ്കിലും കണ്ടാലോ? സംശയം തോന്നില്ലേ? ഞാനല്ലേ അവളെ കൊണ്ടുപോകുന്നത്. അവൾ എനിക്ക് കൂട്ടുവന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞുകൊള്ളാം. പാവം കവിത, ഇത് വല്ലതും അവൻ അറിയുന്നുണ്ടോ? അരിശത്തോടെ കവിത പറഞ്ഞു. ഹേമന്തിൻ്റെ കാര്യമാണ് അവൾ പറഞ്ഞതെന്ന് പ്രസാദിന് മനസ്സിലായി. ഞാൻ അവനെ വെറുതെ വിടത്തില്ല. അവൻ്റെ കല്യാണം ഞാൻ നടത്തിക്കത്തില്ല. ഒരു പാവം പെണ്ണുകൂടി അവൻ്റെ വലയിൽ വീഴാൻ ഞാൻ സമ്മതിക്കത്തില്ല. പ്രസാദ് ഒന്നും മിണ്ടിയില്ല. ഹേമന്തിൻ്റെ നമ്പർ അവൻ്റെ അച്ഛൻ തന്നത് കവിതയുടെ മൊബൈലിൽ ഉണ്ടായിരുന്നു. അവനെ വിളിച്ചു നോക്കണം. ഒന്നും അറിയാത്ത മട്ടിൽ സംസാരിക്കണം. സ്നേഹം നടിച്ച് വരുത്തണം. എന്നിട്ട് വേണം. അവൾ ഓർത്തു. പിറ്റേന്ന് ഓഫീസിലിരിക്കുമ്പോൾ ഒഴിവ് വന്ന നേരത്ത് കവിത അവൻ്റെ നമ്പർ എടുത്ത് വിളിച്ചു. പെട്ടെന്ന് മറുതലയ്ക്കൽ ബെല്ലടിച്ചു. മൊബൈൽ ചെവിയോട് ചേർത്ത് പിടിച്ച് കവിത ഉയരുന്ന നെഞ്ചിരിപ്പോടെ ഇരുന്നു. മറുതലയ്ക്കൽ ഫോണിൻ്റെ ബെല്ലടിക്കുന്നുണ്ടായിരുന്നു. ഹേമന്ത് ഇപ്പോൾ കോൾ എടുക്കും. ആരാണ് വിളിക്കുന്നതെന്ന് മനസ്സിലാകുമ്പോൾ അവൻ കട്ട് ചെയ്യുമോ? വളരെ സ്നേഹത്തോടെ സംസാരിച്ചു തുടങ്ങിയാൽ ഒരുപക്ഷെ അവൻ സംശയിക്കുകയില്ല. ശ്രീജ ഗർഭിണിയാണെന്ന് അവൻ അറിയില്ലല്ലോ. അവനോട് എന്തൊക്കെയാണ് സംസാരിക്കേണ്ടതെന്ന് മനസ്സിൽ ചിന്തിച്ചുറപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ബെല്ലടിച്ചു നിന്നു. ഉടൻ തന്നെ ആരോ കോൾ എടുക്കുകയും ചെയ്തു. ഹലോ. അത് ഹേമന്തിൻ്റെ സ്വരമാണെന്ന് അവൾക്ക് തോന്നിയില്ല. ഏതോ പുരുഷ സ്വരം. ഹലോ ഹേമന്ത് എങ്കിലും അവൾ പറഞ്ഞു. ഹേമന്ത് ഹേ. ഹിന്ദിയിലായിരുന്നു ചോദ്യം, മലയാളിയല്ല. ഐ ആം കവിത കോളിംഗ് ഫ്രം കേരള. ഐ വാണ്ട് ടു സ്പീക്ക് ടു മിസ്റ്റർ ഹേമന്ത്. നോ, ഹേമന്ത് ഹിയർ. റോങ് നമ്പർ. പെട്ടെന്ന് കോൾ കട്ടായി. നിരാശയായി കവിതയ്ക്ക്. ബെല്ലടിക്കുന്നത് കേട്ടപ്പോൾ പ്രതീക്ഷിച്ചു പോയി. പക്ഷേ അവനെ കിട്ടിയില്ല. കോയമ്പത്തൂരാണെന്ന് പറഞ്ഞിട്ട് തമിഴിന് പകരം ഹിന്ദി സംസാരിക്കുന്ന ഏതോ ഒരുത്തൻ. കോയമ്പത്തൂർ എന്ന് പറഞ്ഞ് നുണയായിരിക്കുമോ? അവൻ ഉത്തരേന്ത്യയിൽ എവിടെയെങ്കിലും ആയിരിക്കുമോ കടന്നത്? എവിടെ പോയി ഒളിച്ചാലോ? നാട്ടിൽ വരാതിരിക്കുമോ? അവൻ്റെ അച്ഛനും അമ്മയും നാട്ടിലുണ്ടല്ലോ. തന്നെയുമല്ല, കല്യാണവും തീരുമാനിച്ചിരിക്കുകയല്ലേ. കല്യാണ പന്തലിലേക്ക് ശ്രീജയെയും കൊണ്ട് ചെന്ന് കയറിയാൽ മതി. അതോടെ അവനെ നാട്ടുകാർ കൈകാര്യം ചെയ്തോളും. കവിതയ്ക്ക് കലശലായ കോപം വന്നു. അന്ന് 5 മണിയായപ്പോൾ തന്നെ അവൾ പോസ്റ്റ് ഓഫീസിൽ നിന്നിറങ്ങി. ഫ്രൂട്ട് സ്റ്റാളിൽ കയറി ഓറഞ്ചും മുന്തിരിയ ആപ്പിളും ഈന്തപ്പഴവുമൊക്കെ വാങ്ങിക്കൊണ്ടാണ് വീട്ടിലേക്ക് ചെന്നത്. ബെല്ലടിച്ചപ്പോൾ ശ്രീജ വന്ന് വാതിൽ തുറന്നു. ക്ഷീണിതയായിരുന്നു അവൾ. എന്താ ചേച്ചി ഈ പാക്കറ്റുകളൊക്കെ? 2 കൈകളിലും തൂക്കിയ പ്ലാസ്റ്റിക് കിറ്റുകൾ കണ്ട് ശ്രീജ ചോദിച്ചു. കുറച്ച് പഴങ്ങളാ മോളെ. ഗർഭകാലത്ത് ധാരാളം പഴങ്ങൾ കഴിക്കണം. അമ്മയുടെയും വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിന് നല്ലതാണത്. വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ പ്രസാദേട്ടനാണെന്ന് പാവം കവിത ചേച്ചിക്ക് അറിയില്ലല്ലോ. ഞാൻ രാവിലെ ഓഫീസിലേക്ക് പോകും. നീ ഒറ്റയ്ക്ക് കാണൂ ഇവിടെ. എടുത്തു തരാൻ വേറെ ആരുമില്ല. എന്നാലും നീ തന്നെ ഇതൊക്കെ എടുത്ത് കഴിക്കണം. മനസ്സിലായില്ലേ? അവൾ തലകുലുക്കി. എല്ലാം വൃത്തിയായി കഴുകി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കാം. വെളിയിലെടുത്ത് വെച്ച് തണുപ്പ് മാറുമ്പോൾ കഴിക്കണം കേട്ടോ. ഞാൻ ചായ ഉണ്ടാക്കി തരാം. വേഷം മാറിയിട്ട് കവിത അടുക്കളയിലേക്ക് പോയി. ചായ ഉണ്ടാക്കി ബേക്കറിയിൽ നിന്ന് വാങ്ങിയ നെയ്യപ്പം സഹിതം അവൾക്ക് കഴിക്കാൻ കൊടുത്തു. നെയ്യപ്പം ഇഷ്ടമല്ലേ നിനക്ക്? ഗർഭിണിയാകുമ്പോൾ നെയ്യപ്പം തിന്നാൻ കൊതി തോന്നിയിട്ടുണ്ടെന്ന് ഞങ്ങളുടെ ഓഫീസിലെ ഗീത പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മേടിച്ചേ. അത് പറഞ്ഞ് കവിത ചിരിച്ചു.
ശ്രീജയുടെ മനസ്സിന് വല്ലാത്ത വേദന തോന്നി. കവിതച്ചിയെ ഇനിയും വഞ്ചിക്കണോ? സത്യം പറഞ്ഞാൽ മാപ്പ് ചോദിക്കുന്നതല്ലേ നല്ലത്. അല്ലെങ്കിൽ നെരിപ്പോട് പോലെ മനസ്സ് പുകഞ്ഞുകൊണ്ടേയിരിക്കും. 1-2 ദിവസമല്ല, ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ. അറിയാതെ ശ്രീജയുടെ കണ്ണുകൾ നിറഞ്ഞു. നീ എന്തിനാ മോളെ വിഷമിക്കുന്നേ? അവൻ്റെ കാര്യം ഓർത്തിട്ടാണോ? പോവാൻ പറ. ആ തെണ്ടി. നിനക്ക് ഞാനും പ്രസാദേട്ടനുമില്ലേ? അത് കേട്ടപ്പോൾ അവളുടെ സങ്കടം വർദ്ധിക്കുകയാണ് ചെയ്തത്. ഞാനിന്ന് അവനെ വിളിച്ചായിരുന്നു. പക്ഷേ അവനല്ല ഫോൺ എടുത്തത്. ഏതോ ഹിന്ദിക്കാരൻ, ചിലപ്പോൾ വല്ല ബംഗാളിയുമായിരിക്കും. ശ്രീജ ഒന്ന് ഞെട്ടി. ഹേമന്തിൻ്റെ നമ്പറിലോ? അവൾ ഭയത്തോട് ചോദിച്ചു. അതെ, അവൻ്റെ അച്ഛൻ തന്ന നമ്പറിൽ. അയാൾ പറഞ്ഞത് ഹേമന്ത് എന്നു പേരുള്ള ആരും അവിടെ ഇല്ലെന്നാണ്. ശ്രീജയ്ക്ക് പെട്ടെന്ന് ആശ്വാസം തോന്നി. ഒന്നുകിൽ അവൻ കള്ള നമ്പറാണ് അച്ഛന് കൊടുത്തത്, അല്ലെങ്കിൽ കള്ള നമ്പറാണ് അവൻ്റെ അച്ഛൻ എനിക്ക് തന്നത്. ശ്രീജ മിണ്ടിയില്ല. അവൻ്റെ അച്ഛൻ പാവമാണെന്ന് തോന്നുന്നു. നാട്ടിൽ പുറത്തുകാരനല്ലേ, കള്ളത്തരമൊന്നും മനസ്സിൽ കാണില്ല. അവനായിരിക്കും വേറെ ആരുടെയും നമ്പർ അച്ഛന് കൊടുത്തത്. അവൻ ഇടയ്ക്കൊക്കെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അവനെ വിളിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ശ്രീജ കഷ്ടിച്ച് ഒരു നെയ്യപ്പം കഴിച്ചു. 4-5 ബാക്കിയിരിക്കുന്നുണ്ടായിരുന്നു. എന്താ കഴിക്കാത്തത്? മതി ചേച്ചി. ഒന്നുകൂടെ കഴിക്കുമോളെ. മധുരം കഴിക്കാൻ തോന്നുന്നില്ല. കവിത ഒന്ന് ചിരിച്ചു. ഈ സമയത്ത് പുളിയും എരിവുമൊക്കെ ആയിരിക്കും കൂടുതൽ പ്രിയം. നാളെ മുതൽ വരുമ്പോൾ പച്ചമാങ്ങ മേടിച്ചോണ്ട് വരാം കേട്ടോ. എനിക്കൊന്നും വേണ്ട ചേച്ചി. അത് തീരുമാനിക്കുന്നത് നീയല്ല, ഞാനാണ്. ഞാൻ തരുന്നതൊക്കെ കഴിച്ചോണം. എന്നാലേ കുഞ്ഞിന് നല്ല വളർച്ചയുണ്ടാവൂ. ഒരു ഉണ്ണിക്കണ്ണനെ വേണം നീ പ്രസവിക്കാൻ. ഉണ്ണിക്കണ്ണൻ. അപ്പോൾ ആൺകുട്ടികളോടാണ് കവിതേച്ചിക്ക് ഇഷ്ടം. ഒരു മോനെ കിട്ടണമെന്നായിരിക്കും ചേച്ചി പ്രാർത്ഥിക്കാറുള്ളത്. പെൺകുഞ്ഞുങ്ങളെയും എനിക്കിഷ്ടമാക്കി ശ്രീജയെ. പൊട്ടുകുത്തി കണ്ണെഴുതി പാവാടയും ബ്ലൗസുമൊക്കെ ഇടിവിച്ച് പാദസരവും അണിയിച്ച് അവൾ വീട്ടിലേക്ക് ഓടി നടക്കുമ്പോൾ എന്ത് രസമായിരിക്കും. കവിത ഓർത്തോർത്ത് ചിരിച്ചു. പ്രസാദേട്ടൻ്റെ മുഖഛായയുള്ള ഒരു ആൺകുഞ്ഞിനെയാണ് താൻ പ്രസവിക്കുന്നതെങ്കിൽ. പ്രസാദേട്ടൻ വരട്ടെ, നെയ്യപ്പം പ്രസാദേട്ടന് കൊടുക്കാം. കവിത അടുക്കളയിലേക്ക് പോയി. 6 മണിയായി. ഓഫീസിൽ നിന്ന് മിക്കവരും പോയി കഴിഞ്ഞു. പ്രസാദ് സ്വന്തം മുറിയിൽ തന്നെ ഇരുന്നു. അയാൾക്ക് വീട്ടിലേക്ക് പോകാൻ തോന്നിയില്ല. മുമ്പൊക്കെ എത്രയും വേഗം വീട്ടിലെത്തണമായിരുന്നു ആഗ്രഹം. കവിതയോടൊപ്പം കളിയും ചിരിയുമായി. ഇപ്പോൾ അവളുടെ മുഖത്തേക്ക് നോക്കാൻ വയ്യ. മനസ്സ് നിറയെ കുറ്റബോധമാണ്. അവൾ നേരെ ഒന്ന് നോക്കിയാൽ തൻ്റെ മനസ്സിലെ കള്ളത്തരം കണ്ടുപിടിക്കുമോ എന്നൊരു പേടിയുമുണ്ട്. ഇപ്പോൾ വീട്ടിൽ ശ്രീജയുമുണ്ട്. പൊറുക്കാനാവാത്ത അപരാധമാണ് അവളോട് ചെയ്തത്. അവിവാഹിതയായ ഒരു പെണ്ണാണ് എന്ന കാര്യം ഓർക്കണമായിരുന്നു. എന്ത് സാഹചര്യം ഉണ്ടായിരുന്നെങ്കിലും അത് മറക്കാൻ പാടില്ലായിരുന്നു. നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് താൻ തകർത്തു കളഞ്ഞത്. അവൾക്കിനി ഒരു കല്യാണം ഉണ്ടാവുമോ? ഏത് സ്ത്രീയും കൊതിക്കുന്ന ദാമ്പത്യ ജീവിതം അവൾക്കിനി കിട്ടുമോ? സാറിന് വീട്ടിൽ പോകുന്നില്ലേ? ഓഫീസ് ബോയ് ബൈജു വന്ന് ചോദിച്ചപ്പോൾ പ്രസാദ് ചിന്തയിൽ നിന്ന് ഞെട്ടി ഉണർന്നു. പോണം ബൈജു. ഞാൻ ഓരോന്നൊക്കെ ഓർത്ത് ഇരുന്നു പോയി. ജാളിതയുടെ അയാൾ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്തു. ഈയിടെയായി സാറിന് ചിന്ത ഇത്തിരി കൂടുതലാണ്. ഓഫീസിൽ എല്ലാവരും അത് പറയുന്നുണ്ട്. ബൈജു ജനാലകൾ ഓരോന്നായി അടച്ചു. പ്രസാദ് പകച്ചുപോയി. തൻ്റെ പെരുമാറ്റത്തിലുള്ള മാറ്റം ഓഫീസിലുള്ളവരും ശ്രദ്ധിച്ചിരിക്കുന്നു. ഈയിടെയായി ബിസിനസ് കുറച്ച് കുറവല്ലേ? അതേക്കുറിച്ച് ആലോചിച്ചാൽ ഞാൻ. ആ ഹേമന്ത് സാർ കമ്പനി വിട്ട് പോയതിന് ശേഷമാ സാർ ബിസിനസ് കുറഞ്ഞത്. ഹേമന്ത് സാർ എന്തുമാത്രം ഓർഡറുകളായിരുന്നു ഓരോ മാസം പിടിച്ചുകൊണ്ട് വരുന്നത്. അതെ, ഹേമന്താണ് സകല കുഴപ്പങ്ങൾക്കും കാരണക്കാരൻ. അവൻ ഓഫീസിലുണ്ടായാലും കുഴപ്പം, വിട്ടുപോയാലും കുഴപ്പം. പ്രസാദ് മെല്ലെ എഴുന്നേറ്റ് വെളിയിലേക്ക് ഇറങ്ങി. ഓഫീസിൻ്റെ വാതിൽ പൂട്ടിയിട്ട് ബൈജു താക്കോൽ അയാളെ ഏൽപ്പിച്ചു. കാറെടുത്ത് പ്രസാദ് വീട്ടിലേക്ക് പോയി. അയാൾ ചെന്നപ്പോൾ അടുക്കളയിലായിരുന്നു കവിതയും ശ്രീജയും. കവിത ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നു. പ്രസാദേട്ടൻ വന്നു മോളെ, ചെന്ന് വാതിൽ തുറന്നു കൊടുക്ക്. കാറിൻ്റെ ശബ്ദം കേട്ട് കവിത പറഞ്ഞു. മടിയോടെയാണ് ശ്രീജ മുൻവശത്തെ മുറിയിലേക്ക് ചെന്നത്. വാതിൽ ഉള്ളിൽ നിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു. അവൾ ചെന്ന് വാതിൽ തുറന്നു. സിറ്റൗട്ടിൽ പ്രസാദ് നിൽക്കുന്നുണ്ടായിരുന്നു. അവർ പരസ്പരം ഒന്ന് നോക്കി. അവൾ പെട്ടെന്ന് മുഖം കുനിച്ചു. ഇന്ന് ഛർദ്ദിച്ചോ? ഇല്ല. ഡോക്ടറെ കാണാൻ പോകുന്ന കാര്യം കവിത പറഞ്ഞോ? നാളെ വരണം. അയാളൊന്നും മിണ്ടിയില്ല. വിഷമിക്കരുത്. എന്തു വന്നാലും നേരിടാനുള്ള കരുത്ത് ഉണ്ടാക്കിയെടുക്കണം. അതേ ഇനി നിവൃത്തിയുള്ളൂ. അവൾ അയാളെ ഒന്ന് നോക്കി. നിന്നെ ഞാൻ കൈവരിയില്ല. അതോർത്ത് വേവലാതി വേണ്ട. അവളുടെ കണ്ണുകൾ നനയാൻ തുടങ്ങി. പോയിക്കോളൂ, കവിതയ്ക്ക് സംശയം തോന്നണ്ട. അവൾ പോയി. അയാൾ മുറിയിൽ ചെന്ന് വേഷം മാറി. പ്രസാദേട്ടാ, ഇന്ന് നെയ്യപ്പവും ചായയുമാണ്. ശ്രീജയ്ക്ക് വേണ്ടി വാങ്ങിയതാ നെയ്യപ്പം. അവൾ ഒരെണ്ണമേ കഴിച്ചുള്ളൂ. ചായയും പലഹാരവുമായി കവിത ഊണുമുറിയിലേക്ക് ചെന്ന് അയാളെ വിളിച്ചു. പ്രസാദ് വന്ന് ചായ കഴിച്ചു. രാത്രിയിൽ 3 പേര് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഡോക്ടറെ കാണാൻ പോകുന്ന കാര്യം കവിത പറഞ്ഞത്. നാളെ പ്രസാദേട്ടന് 5 മണിയാകുമ്പോൾ വരാൻ പറ്റുമോ? വരാം. സുഭദ്ര ഡോക്ടറെ വിളിച്ച് ഞാനിന്ന് ബുക്ക് ചെയ്തു. നാളെ വൈകുന്നേരം 6 മണിക്ക് സമയം കിട്ടിയിരിക്കുന്നത്. നമുക്ക് 3 പേർക്കും കൂടി പോകാം. അതിനെന്താ, ഞാൻ നേരത്തെ വരാം. പരിചയമുള്ള ആരും കാണാതിരുന്നാൽ മതിയായിരുന്നു, കവിത പറഞ്ഞു. ശ്രീജ ഒന്ന് ഞെട്ടി. അല്ല, ഉണ്ടായാലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാനാണ് പേഷ്യൻറ്റ്. ഇവളെനിക്ക് വരുന്നു.
ഡോക്ടർക്ക് മാത്രമല്ലേ അറിയൂ യഥാർത്ഥത്തിൽ പേഷ്യൻ്റ് ആരാണെന്ന്. തൻ്റെ ബുദ്ധി എങ്ങനെയുണ്ട് എന്ന അർത്ഥത്തിൽ കവിത രണ്ടുപേരെയും നോക്കി ചിരിച്ചു. അങ്ങനെ പറഞ്ഞാൽ മതി, പ്രസാദ് പിന്താങ്ങി. രാത്രി കിടക്കാൻ തയ്യാറാകുമ്പോഴാണ് പ്രസാദ് വേറൊരു കാര്യം അവതരിപ്പിച്ചത്. ശ്രീജയെ 2-3 മാസം കൂടി ഇവിടെ താമസിപ്പിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അവളുടെ വയറ് വലുതാകുമ്പോൾ ആളുകൾ ചോദിച്ചു തുടങ്ങും. അത് നേരാ, ഞാനും കുറേ ആലോചിച്ചു. ഒരു പോംവഴിയും കിട്ടിയില്ല പ്രസാദേട്ടാ, ദുഃഖത്തോടെ കവിത പറഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ, നിനക്ക് സമ്മതമാണെങ്കിൽ അത് വളരെ സേഫാണ്, വേറെ ആരും അറിയത്തുമില്ല. എന്താ പ്രസാദേട്ടാ? അറിയാൻ കവിതയ്ക്ക് ആകാംക്ഷയായി. അവളെ നമുക്ക് സുകുമാരി ചിറ്റമ്മയുടെ വീട്ടിൽ കൊണ്ടുചെന്ന് താമസിപ്പിച്ചാലോ? പെട്ടെന്ന് കവിതയുടെ മുഖം പ്രകാശിച്ചു. അത് നല്ലൊരു ഐഡിയ പ്രസാദേട്ടാ. എനിക്ക് ഓർമ്മ വന്നതേയില്ല ചിറ്റയുടെ കാര്യം. പ്രസാദിൻ്റെ ബന്ധത്തിലുള്ള സുകുമാരി ചിറ്റയുടെ 2 മക്കളും വിവാഹം കഴിഞ്ഞ് വിദേശത്താണ്. വീട്ടിലിപ്പോൾ ചിറ്റയും ഭർത്താവ് ദാമോദരനും മാത്രമേ ഉള്ളൂ. ചിറ്റപ്പ സ്കൂളിൽ നിന്ന് കഴിഞ്ഞ കൊല്ലം റിട്ടയർ ചെയ്തു. എല്ലാവർക്കും ഉപകാരിയാണ് 2 പേരും. പക്ഷേ ചിറ്റമ്മയോട് എന്ത് പറയും? അതാണൊരു പ്രശ്നം, അയാൾ സംശയിച്ചു. സത്യം പറയണം, അതാ നല്ലത്. അവൾക്കൊരു ചതി പറ്റി. നമുക്ക് വേണ്ടപ്പെട്ട കുട്ടിയാണ്, സഹായിക്കണം. പ്രസവം കഴിഞ്ഞാൽ അവൾ കുഞ്ഞിനെയും കൊണ്ട് പുതിയ ജോലി സ്ഥലത്തേക്ക് പോയിക്കോളും, കവിത പറഞ്ഞു. ശരിയാ, സത്യം പറയുന്നത് നല്ലത്. നമ്മൾ വല്ല നുണയും പറഞ്ഞാൽ എന്തെങ്കിലും ചിറ്റ അറിയും. പിന്നെ അവരുടെ മുഖത്ത് നോക്കാൻ പറ്റത്തില്ല. നമുക്ക് അടുത്താഴ്ച ചെന്ന് 2 പേരെയും കണ്ട് സംസാരിക്കാം. അവരുടെ സമ്മതം കിട്ടിയാൽ ശ്രീജയെ അവിടെ കൊണ്ടു ചെന്നാക്കാം. അവർ സമ്മതിക്കും കവിതേ. 2 പേർക്കും ഒരു കൂട്ടുകിടക്കുന്ന കാര്യമല്ലേ. അവർ അവളെ സ്വന്തം മോളെ പോലെ സംരക്ഷിക്കും. അല്ലേ? നല്ല മനസ്സുള്ളവരാ സുകുമാരി ചിറ്റയും ദാമോദരൻ ചിറ്റപ്പനും. 2 പേർക്കും എന്നോടൊരു പ്രത്യേക വാത്സല്യവുമുണ്ട്. എൻ്റെ ഒരു ബന്ധുവാണ് ശ്രീജയെന്ന് പറയാം. അപ്പോൾ അവർക്ക് കൂടുതൽ ഇഷ്ടമാകും. കവിത പറഞ്ഞത് കേട്ടപ്പോൾ അയാളുടെ മനസ്സ് ഒന്ന് തണുത്തു. പിറ്റേന്ന് വൈകുന്നേരം 5 മണി കഴിഞ്ഞപ്പോൾ പ്രസാദ് ഓഫീസിൽ നിന്ന് വന്നു. ശ്രീജയും കവിതയും അപ്പോൾ വേഷം ധരിച്ച് ഒരുങ്ങുകയായിരുന്നു. അല്പനേരം കഴിഞ്ഞ് 3 പേരും ഡോക്ടർ സുഭദ്രയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അവിടെ ചെന്നപ്പോൾ 4-5 ഗർഭിണികളും അവരുടെ ഭർത്താക്കന്മാരും വേറെ സ്ത്രീകളായ രോഗികളും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഒഴിഞ്ഞ കസേര കണ്ടുപിടിച്ച് ശ്രീജയെ കൊണ്ട് കവിത ഇരുന്നു. പ്രസാദ് കാറിൽ തന്നെ ഇരുന്നതേയുള്ളൂ. 6 മണി കഴിഞ്ഞപ്പോൾ ശ്രീജയുടെ പേര് വിളിക്കപ്പെട്ടു. കവിത അവളെയും കൊണ്ട് കൺസൾട്ടിംഗ് റൂമിലേക്ക് കയറി ചെന്നു. പ്രസന്നമായ മുഖമുള്ള ഒരു 50-കാരിയായിരുന്നു ഡോക്ടർ സുഭദ്ര. ഇരിക്കൂ, അവർ പറഞ്ഞു. എൻ്റെ അനിയത്തിയാണ് ശ്രീജ, ടീച്ചറാണ്. കവിത അവളെ പരിചയപ്പെടുത്തി. ഡോക്ടർ സുഭദ്ര അവളോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഗൾഫിലാണ്. നേരത്തെ പറഞ്ഞുറപ്പിച്ചതിനാൽ ശ്രീജയ്ക്ക് മറുപടി പറയാൻ പ്രയാസമൊന്നും വന്നില്ല. എന്താ ഹസ്ബൻഡിൻ്റെ പേര്? അത്തരൊരു ചോദ്യം വരുമെന്ന് ശ്രീജയോ കവിതയോ പ്രതീക്ഷിച്ചില്ലായിരുന്നു. 2 പേരും പരസ്പരം ഒന്ന് നോക്കി. കഥ തുടരും.